ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയൊരു ഞായറാഴ്ചയും കർത്താവിനെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ആരാധിക്കുവാൻ എനിക്കും ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ കർത്താവ് എനിക്കും നല്ലവനായിരുന്നു. അത്യാവശ്യം ചില യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതെല്ലാം മാനുഷികമായതുകൊണ്ടും അതങ്ങനെ ആയതുകൊണ്ടും സന്തോഷത്തോടെ ഞാനത് അനുഭവിക്കുന്നു, അത് എൻജോയ് ചെയ്യുന്നു. നിങ്ങളെ ഒരു പ്രാർത്ഥനയെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ദൈവരാജ്യം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ അല്ലെങ്കിൽ തുറമാനമായി പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. വേദപുസ്തകം അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ രാജ്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുത്ത് മാറ്റിയിട്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ കിങ്ഡം കോൺസെപ്റ്റാണ്. പഴയ നിയമം ഒരു രാജ്യത്തിൻ്റെ കോൺസെപ്റ്റാണ് സംസാരിക്കുന്നത്, പുതിയ നിയമവും ഒരു രാജ്യത്തിൻ്റെ കോൺസെപ്റ്റാണ് സംസാരിക്കുന്നത്. അതിനകത്തെല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കിങ്ഡത്തിനകത്ത് ഉണ്ട്. ഒരു മാനിഫെസ്റ്റോയ്ക്കകത്ത് കൃത്യമായി ഇതെല്ലാം പറയുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് സ്വാഭാവികമായിട്ട് ആ രാജ്യത്തിലെ പ്രജകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് എല്ലാ സാധനവും കൃത്യമായി അതിൻ്റെ വേണ്ട അളവിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ അത് രോഗസൗഖ്യമായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തിക നന്മയായിക്കോട്ടെ, നമ്മുടെ മറ്റു മേഖലയിലെ വിടുതലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒരു പാക്കേജായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നമ്മളെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന എല്ലാ വ്യാകുലങ്ങൾക്കും ഒക്കെ മറുപടി ഉണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം യാത്രയ്ക്കകത്ത് പോയ കണ്ട 3 പേരിൽ 2 പേരുടെ ഫാമിലിയിലും ക്യാൻസർ അതിൻ്റെ അതിഭയങ്കരമായ അവസ്ഥയിൽ നിൽക്കുന്ന 2 ആളുകളെയാണ് ഞങ്ങൾ കണ്ടത്. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. പലരും ട്രീറ്റ്മെൻ്റ് എടുക്കുന്നു, അവർ കട്ടിലിൽ കിടക്കുന്നു, ഉറക്കമില്ലാത്ത രാത്രികൾ, അവരുടെ മാനസിക നിലവാരത്തിലെ ഹോർമോണൽ ഇംബാലൻസ്, അസ്വസ്ഥമായ രാത്രികളെക്കുറിച്ചൊക്കെ അവരിങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവരെ ഫാമിലീസ് പുറത്തിറങ്ങി വന്നു, പ്രതീക്ഷയൊന്നുമില്ല, സോ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. ഈ 2 ഞാൻ അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നറിയില്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ അനുഭവിച്ചതാണ്. 8-10 വർഷം ഞാനിത് അനുഭവിച്ച ഒരാളാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, മറ്റു കാര്യങ്ങൾക്ക് ഇടം കൊടുക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക, ചിന്തിക്കുക, സമാധാനപരമായിട്ട് എന്ത് ചെയ്യുക, പോവുക. ഒരു വലിയ മഹാധൈര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ, അതിനൊരു മഹാപ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാം ഉറപ്പിക്കാനായിട്ട് ഭാഗ്യമുണ്ടായി. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചുകൂടാൻ, ഇങ്ങനെ ഒരാൾ എനിക്കുണ്ടായിരുന്നില്ല ഞാൻ കിടന്ന സമയത്ത്. പക്ഷേ എന്തുകൊണ്ട് ദൈവം എന്നെ ആ വിഷയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളുകളോട് സംസാരിക്കാൻ ഒരാൾ വേണമല്ലോ. അതുകൊണ്ടായിരിക്കാം ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നത് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിലാശ്വസിക്കുകയും ചെയ്തു. എന്ന് പറയുന്ന പോലെ നാം കടന്നു പോകുന്ന ഓരോ പ്രയാസത്തിലും, ഓരോ നിരാശയിലും ദൈവം എന്തിനാണ് നമ്മളെ കടത്തിവിടുന്ന് ചോദിച്ചാൽ, ജയാളിയായി പുറത്ത് കൊണ്ടുവന്ന ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, ഒരു സാക്ഷ്യമാകാനായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതിൽ, അത് അനുഭവിക്കുന്നതിൽ അതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ കണ്ണു നനഞ്ഞു പോയേക്കാം, അനുഭവങ്ങൾ കടുപ്പമായേക്കാം. പക്ഷേ ദൈവം നിങ്ങളെ നിർത്തുന്നത് ദൈവിക പദ്ധതിയുടെ വലിയ പ്രോഗ്രാമിലാണെന്നുള്ള കാര്യത്തിൽ അറിയുകയും അതിൽ സന്തോഷിക്കുകയും ധൈര്യപ്പെടുകയും വേണം. പ്രയാസങ്ങളല്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും വേണം. ഇന്ന് 10 മണിക്ക് യോഗത്തിന് വരണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് ചോദിക്കുന്നു. ആരും യോഗത്തിൻ്റെ ആളുടെ എണ്ണം കുറഞ്ഞെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വിടുന്നു. ഞാൻ ദൈവരാജ്യത്തിൻ്റെ ചില സൈഡിലേക്ക് പോകുന്നു. വായിക്കാൻ നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാനുണ്ട്. എഫേസ്യ ലേഖനം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കുറുവാക്യമല്ലാതെ 1-2 കാര്യങ്ങൾ പറയാനായിട്ട് പോയിട്ട് നമ്മളൊരു സബ്ജക്റ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചാട്ട്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനും തന്നെ. അപ്പൊ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ എന്തിനാണ്? പുത്രത്വം പ്രാപിക്കണം. നമ്മൾ എന്തിനാണ്? പുത്രന്മാരാണ്, ദൈവത്തിന്റെ പുത്രന്മാർ. വായിക്കാം നമുക്ക്. ദ സൺസ് ഓഫ് ദ കിങ്ഡം വായിച്ചോട്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്ത് ചെയ്തു? അയച്ചു. അപ്പൊ നമ്മൾ ആരാണ്?
മക്കളാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം നമുക്കെന്തുണ്ട്? ഒരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് മുമ്പ് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം, ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 17 റോമാലേഖനം 5-ാം അധ്യായം 17 ഒന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നാം ഒരു കിങ്ഡത്തിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്കാണ് നമ്മൾ ചിന്തയെ കൊണ്ടുവരുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 17 റോമാലേഖനം 5-ാം അധ്യായം 17. ഏക ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. എന്ത് ചെയ്യും? വാഴും. ആര് വാഴും? വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ എന്ന് വെച്ചാൽ മരണം ഒരു കാലത്ത് എന്ത് ചെയ്യുമായിരുന്നു? വാഴുകയായിരുന്നു. ഓക്കെ, വായിച്ചോളൂ. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നമ്മൾ എന്തിനാ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? വാഴ്ചയ്ക്കായിട്ടാണ്. ഹാവ് ഡൊമീനിയൻ വാഴ്ചയ്ക്കായിട്ടാണ്. അത് എന്തൊക്കെ ലഭിച്ചവരാണ് വാഴുന്നത്? കൃപയും, ഒന്നുകൂടെ വായിച്ചോ, സമാധാനം വായിച്ചു, സന്തോഷം എല്ലാം പോയി. നമ്മൾ ഇച്ചിരി വാക്യങ്ങളൊക്കെ വായിച്ചോട്ടെ. എന്തൊക്കെ ഉള്ളവർ വായിക്കും. ഒന്നുകൂടെ വായിച്ചോ. അത് ഏത് നിമിത്തം? എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തുവിൽ എന്നേക്കും വാഴും. സോ there are two things. ഒന്ന് എന്താണ്? കൃപ. രണ്ട്, നീതി. ഈ രണ്ട് കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പോകണം. നമ്മൾ പിന്നെയും പോകുമ്പോൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ആ സബ്ജക്റ്റിലേക്ക് മടങ്ങി വരാം. അപ്പൊ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഘടകമായിട്ട് എന്ത് നിൽപ്പുണ്ട്? ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്തുണ്ട്? നിൽപ്പുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പേ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ഞാൻ സ്വർഗത്തിനെതിരല്ല. കാരണം സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗമുണ്ടെന്ന് നമ്മൾ 100% എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഹറിബറിയെ കുറിച്ച് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യത്തിന് വിഷമമില്ല. കാരണം സ്വർഗത്തിലൊക്കെ പോകണം, അത് പോകുന്ന കാര്യം നല്ല കാര്യമാണ്. പക്ഷെ സ്വർഗത്തിൽ പോകാനായിട്ട് മാത്രം ജീവിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വർഗമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം കിങ്ഡം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ലൈഫാണ്. വേദപുസ്തകം ഒരു പ്രാക്ടിക്കൽ ബുക്കാണ്. ആ പ്രാക്ടിക്കൽ ബുക്കിനകത്ത് നമുക്കുണ്ടാകേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതെന്താ മൈൻഡ് സെറ്റ്? ഞാൻ ആദ്യമേ പറഞ്ഞു പോകുന്ന ഒരു കിങ്ഡം മൈൻഡ് സെറ്റ് വേണം. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഒരു കിങ്ഡം എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് വേണം. ദൈവത്തിന്റെ രാജ്യം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ആ കിങ്ഡം മൈൻഡ് സെറ്റ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? കിങ്ഡം ഹാബിറ്റ്സ് ഉണ്ടാവും, ശീലങ്ങളുണ്ടാവും. ഈ ഹാബിറ്റ്സ് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന അറിയാമോ? ഫ്രം ദ ലോ. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ നോക്കി അറിയാം, ഇവിടെ വണ്ടി ഓടിക്കുന്ന ഏത് സൈഡ് ചേർത്താ? ലെഫ്റ്റ് സൈഡ് ചേർത്താ വണ്ടി ഓടിക്കും. എന്താ കാര്യം? നിയമം അങ്ങനെ അനുസരിക്കുന്നത്. അതിന് കാരണം എന്തുവാ? എന്താ കാരണം? പണ്ടൊക്കെ ആരാണ്ട് വിചാരിച്ചു, എന്നാ പിന്നെ നമുക്ക് ഇടത്തോടെ അങ്ങ് ഓടിച്ചേക്കാന്ന് വിചാരിച്ചു. 1ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എഴുതി വെച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ഓടിക്കുവാന്ന്. പിന്നെ എന്താ കാര്യം? ആയിക്കോട്ടെ, ഡ്രൈവിംഗ്. അതെന്തുകൊണ്ടാണ്? ഡ്രൈവിംഗ് സ്കൂളിൽ അത് പഠിപ്പിച്ചു, ആൾക്കാർ ഓടിക്കുന്നു. എന്താ കാര്യം? എന്തുവാ? നിയമമായി. എന്താ കാര്യം? നമ്മളൊരു കോളനി ആയിരുന്നു. ഏതിന്റെ കോളനി? ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. ബ്രിട്ടന്റെ കോളനിയിൽ ബ്രിട്ടനിൽ എങ്ങനെ വണ്ടി ഓടിക്കുന്നത്? ബ്രിട്ടനിലെ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബ്രിട്ടൻ എവിടെയെല്ലാം കോളനി ആക്കിയിട്ടുണ്ടോ അവിടെ എല്ലാം വണ്ടി ഓടിക്കുന്നത് ഇങ്ങോട്ടാണ്. സോ ഇറ്റ്സ് എൻ ഇൻഫ്ലുവൻസ്. എങ്ങനെ ഇൻഫ്ലുവൻസ് വന്നോ? ഒരു കോളനിയുടെ ഇൻഫ്ലുവൻസ് ആണ്. ആ ഇൻഫ്ലുവൻസ് നമ്മൾ എന്ത് ഒരു നിയമമായി. ആ നിയമം എന്തായി? കൾച്ചറായി. കൾച്ചർ എന്തായി? ഹാബിറ്റായി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒക്കെ സ്വഭാവ രൂപീകരണത്തിൽ ഒരു രാജ്യത്തിന്റെ എന്ത് ചെയ്യണം? കൾച്ചർ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറയാനാണ് ഞങ്ങൾ തൊട്ടുപോയത്. സോ ഇനി നമുക്ക് പോകാം. എന്താണ് കിങ്ഡം കൾച്ചർ ആൻഡ് കിങ്ഡം ഹാബിറ്റ്സ്? ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് നാം ശീലിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ സ്വഭാവവിശേഷങ്ങളുണ്ട്. നമുക്കതൊന്നും താല്പര്യമില്ല. നമ്മളിങ്ങനെ മീശയൊക്കെ പഠിച്ച് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് സ്വർണ്ണമൊക്കെ ഊരി കളഞ്ഞ് നമ്മളിങ്ങനെ വിസിലടി നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പല കാര്യം നമുക്കറിയത്തില്ല.
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഭാഗം തൊട്ടിട്ട് ഞാൻ അവസാനം നാളില്ലാത്തതുകൊണ്ട് വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് കുറച്ച് എല്ലാം കൂടെ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കും. വായിക്കാം നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന് 14-ാം വാക്യത്തിൽ ശ്രദ്ധിച്ച് ഓടിച്ചു വായിക്കാം. ഇപ്പൊ നമ്മൾ വായിച്ച കൃപ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് നമ്മൾ ചിന്ത ആരംഭിക്കുന്നത്. കൃപയും നീതിയും എന്ത് ചെയ്യും? അവോളം ലഭിക്കുന്ന ആളുകൾ ക്രിസ്തുവിൽ എന്നും എന്ത് ചെയ്യും? വാഴും എന്ന് പറയുന്ന ആ സാധനം മനസ്സിൽ വെച്ചിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം തൊട്ട് ഒന്ന് ഓടിച്ചു വായിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം തൊട്ട് ഒന്ന് വായിക്കാം. വായിച്ചാൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം പ്രാപിക്കാൻ ഉദ്ദേശിക്കും. കാരണം ശുദ്ധീകരണമാണ് പ്രധാനപ്പെട്ട കാര്യം. വായിച്ചോളൂ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. ഓക്കെ, അവിടെ വെച്ച് വായന നിർത്താറാണ് നമ്മൾ സാധാരണ. താഴോട്ട് വായിച്ചോളൂ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും എന്ന് വെച്ചാൽ വാഴ്ച എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം എന്താണ്? കൃപയാണ്. അത് വിട്ടിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ പിന്മാറരുത്. പിന്മാറിയാൽ എന്ത് സംഭവിക്കും? വല്ല കയ്പുള്ള വേരും മുളച്ച്. അങ്ങനെ പിന്മാറിയാൽ എന്ത് സംഭവിക്കും? കയ്പിന്റെ വേരെന്ത് ചെയ്യും? മുളയ്ക്കും, കലക്കമുണ്ടാക്കി. അപ്പൊ ഇപ്പൊ നമ്മൾ കൃപയിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒറ്റ വാക്യത്തിൽ മനസ്സിലായി. ഇതിന് എത്ര എണ്ണത്തിന് കൃപയുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. കൃപ 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 എന്ന് പറയുന്നതല്ലാതെ കൃപ ഇല്ലെന്നുള്ള കാര്യം അറ്റ സ്ഥാനത്ത് കിട്ടുക. വല്ല കയ്പിന്റെ വേര് മുളച്ചു കഴിഞ്ഞാൽ കയ്പിന്റെ വേര് മുളച്ചെങ്ങനെ അങ്ങനെ നിൽക്കുവല്ല, പിന്നെ അതിന്റെ അനന്തര ഫലങ്ങളുണ്ട്. വായിച്ചോ. വല്ല കയ്പുമുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. മെല്ലെ മെല്ലെ പോവാ. വല്ല കയ്പിന്റെ വേരും മുളച്ചിട്ട് എന്ത് സംഭവിക്കും? എവിടെ കലക്കം ഉണ്ടാക്കും? ചെല്ലുന്നിടത്തെല്ലാം കലക്കം ഉണ്ടാവും. പള്ളിക്കകത്ത് കലക്കം ഉണ്ടാവും, ഭാര്യാഭർത്തത്തിൽ കലക്കം ഉണ്ടാവും, പണിയെടുക്കുന്നിടത്ത് കലക്കം ഉണ്ടാവും, പൈസ കൊടുക്കുന്നിടത്ത് കലക്കം ഉണ്ടാവും, കട്ടിലിൽ കലക്കം ഉണ്ടാവും, മുറ്റത്ത് കലക്കം ഉണ്ടാവും, ഇരിക്കുന്ന ബാത്റൂമിലും എന്ത് ചെയ്യും? കലക്കം ഉണ്ടാക്കും. കയ്പിന്റെ വേര് മുളച്ചിട്ട് കലക്കമുണ്ടാക്കി. വായിച്ചോളൂ. അനേകർ അതിനാൽ മലിനപ്പെടുകയും. നീ തന്നെ അങ്ങ് മലിനപ്പെട്ടാൽ കുഴപ്പമില്ലായിരുന്നു. നീ മലിനപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിയതിലും പോവോ? വല്ല മലയുടെ മണ്ടോട്ട് പോയി അവിടെ ഞാൻ പൊത്തിനകത്ത് ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനല്ല. വഴി കൂടെ പോകുന്ന എല്ലാം എന്ത് ചെയ്യും? മലിനപ്പെടുത്തും. അടുത്തത് അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ. അത് കഴിഞ്ഞാൽ സംഭവിക്കും? പിന്നെ അത് ദുർനടപ്പിലേക്ക് എന്ത് ചെയ്യും? നീങ്ങുന്നു. ഓക്കെ, വായിച്ചോളൂ. ഒരു ഊണിന് അവകാശം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ. അടുത്തെന്താണെന്നറിയാമോ? ഒറ്റ ഊണിന് എന്ത് ചെയ്യും? അപ്പോഴത്തെ വിശപ്പിന് കിട്ടിയ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്യും? വിറ്റ് കളയുന്ന ആളായി മാറുന്നു. പിന്നെ സംഭവിക്കുന്നു? അഭക്തനാകുന്നു. ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുകയും. ഓക്കെ, അപ്പം ഒരു കയ്പുണ്ടാക്കുന്ന പ്രശ്നത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പം ദൈവകൃപയിൽ നിന്ന് വിട്ടുമാറി എന്തുണ്ടാകുന്നു? കയ്പുണ്ടാകും. കയ്പ് പിന്നെ എന്തുണ്ടാക്കുന്നു? മറ്റു പല ആഫ്റ്റർ ഇഫക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. ഇതെല്ലാം കൊണ്ടുപോകുമ്പോഴും നമ്മൾ അഞ്ചല കൂടാ വാരാ ഷാരാ വാരാ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. കയ്പ് ഇങ്ങനെ വേര് കിളുത്ത് മുളച്ച് ഇങ്ങനെ പന്തലിച്ച് പാലക്കാട് മൊത്തം തണൽ കൊടുക്കുന്ന വലിയ കയ്പ് മരമായിട്ടാണ് നമ്മൾ പള്ളിയിൽ വരുന്നതെങ്കിലും നമ്മളെല്ലാം ആത്മീകരാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഇരിപ്പും പാട്ടുമൊക്കെ കണ്ടാൽ ഇത്രയും നല്ല പുള്ളികൾ വേറെ ആരുമില്ല. എന്നെ കൂടെ ചേർത്താ പറയുന്നത്. ഈ കയ്പിന്റെ വേര് മാന്താൻ 4-5 ബുൾഡോസർ ഉണ്ടെങ്കിലും നമ്മുടെ ഒന്നും മനസ്സൊന്നും എന്ത് ചെയ്യത്തില്ല, മാന്തി എടുക്കാൻ കിട്ടത്തില്ല. അത്രയും ഭീകരമായ കയ്പിന്റെ വേരും കൊണ്ടാണ് നമ്മളെല്ലാം പള്ളിയിൽ വന്നിരിക്കുന്നത്. കിങ്ഡം മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പം ഒന്ന് കൃപ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഉണ്ടെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകുകയില്ല. ഞാനത് കുറച്ച് എൻ്റെ ഭാഷ ഇച്ചിരി മോശമാണ്. കാരണം ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മലയാളത്തിൽ അത്രയും നല്ലൊരു പ്രസംഗ ഭാഷയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രസംഗം ഒന്നും ഇവിടെ റെക്കോർഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം മലോനും ഇത് കേട്ടേച്ച് പറയും ഇയാൾ എവിടെ നിന്നാണ് ഇയാൾ വരുന്നത് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കരുത് പറഞ്ഞത്. അതാണ് എൻ്റെ വിഷയം. സോ എനിവേ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പോകാൻ തീരുമാനിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഒഴിവാക്കേണ്ട ഒരു സ്വഭാവ വിശേഷം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എന്തായിരിക്കും? കയ്പായിരിക്കും. കാരണം ഈ പറഞ്ഞ പല സാധനം നമ്മൾ അനുഭവിക്കുന്നതാണ്. കലക്കം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പള്ളിക്കകത്ത് വീട്ടിനകത്ത് അനുഭവിക്കുന്നുണ്ട്, പിന്നെ മറ്റ് ഞാൻ അതിൻ്റെ ഒന്നും ബാക്കിയിലേക്ക് പോകുന്നില്ല. സോ ഒരു കയ്പെന്ന് പറയുന്ന വിഷയം നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പം ഇത്രയും സഭകളുണ്ട് അല്ലേ? പെന്തക്കോസ്തുകാരുടെ സഭകൾ തന്നെ ഓൾ ഇന്ത്യ ലെവലെടുത്താൽ 10,000-40,000 വിവിധ തരം സഭകൾ കാണും. ഈ പാലക്കാട് തന്നെ 10-30 സഭകൾ ഈ ഒരു 5 കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ കാണുമായിരിക്കും.
ഇത്രയും സഭകളുണ്ടായത് അവരെ വേദോസം പഠിപ്പിക്കുന്നത് ശരിയല്ല, ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഇവിടാണ് സത്യാരാധന ഉള്ളതോ, അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ടോ ഒന്നും അല്ല. എന്താ കാര്യം എന്നറിയാമോ? എന്താ കാര്യം? കയ്പാണ്. വേറെന്തുവാ? ഇവിടെ ഇത്രയും പള്ളി ഉണ്ടായതിന് പ്രധാനപ്പെട്ട കാരണം കയ്പാണ്. ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഒന്ന് സോറി കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പള്ളി ഉണ്ടാകത്തില്ലായിരുന്നു. എന്നെ എടുത്തിട്ട് പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു കുമ്പനായിട്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തൊട്ട് കൊണ്ട് IPS നിൽക്കുന്ന അപ്പോൾ എല്ലാം കൂടുതലല്ലേ നീക്കി എന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാൻ എന്റെ വേണ്ടപ്പെട്ട പുള്ളി. ഞാൻ പറയും എന്തിനാ താൻ എന്തിനാ ഇവിടെ പള്ളി തുടങ്ങി? അല്ല ദൈവം എന്നോട് കുമ്പനാട്ടോട്ട് പോകാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് പൊട്ടിപ്പോടാന്ന് തോന്നുന്നു. പറയാൻ കാരണം വെച്ചാൽ ഞാനങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചു, ഇത്രയും പള്ളികൾക്കിടയിൽ തനിക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? തനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഗാഡ് വിൽ ഡെഫിനറ്റ്ലി കീപ് യു സസ്റ്റെയിൻ. ഡെഫിനറ്റ്ലി നിങ്ങൾ നിർത്തും അവിടെ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ താങ്കളും കയ്പിന്റെ പേര് കൊണ്ട് അടുത്ത പള്ളി ഉണ്ടാക്കിയ കാരണം അവന്റെ കൂടെ കൂടാൻ വിഷമമുള്ളത് കൊണ്ടാണ്. അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് തനിക്ക് ഉപവാസ പ്രാർത്ഥന, അവിടെ കൺവെൻഷൻ വെക്കും, ഇവിടെ കൺവെൻഷൻ, അവിടെ വലിയ സാധനം വെച്ചാൽ ഇവിടെ അതിനേക്കാൾ വലിയ സാധനം വയ്ക്കുക. എന്താ കാര്യം? കയ്പാണ്. എങ്ങോട്ടാ പോകുന്നത്? പെപ്പരപ്പേ കേൾക്കാനിരിക്കുക, കാഹളം തോന്നിച്ചാൽ അപ്പ പൊങ്ങാൻ നിൽക്കുക. അപ്പൊ ഞാൻ രക്ഷപ്പെടും. അല്ല, നമ്മുടെ സ്വന്തം അനുഭവത്തിൽ തിരിഞ്ഞു പോയിക്കുക. എത്ര കടുത്ത കയ്പിലാണ് വ്യക്തിബന്ധങ്ങൾ കൊണ്ടുപോകുന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനൊരു വിടുതൽ ഇന്ന് പകൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ വേദപുസ്തകം മൊത്തം കേസ് സ്റ്റഡീസ് ആണ്. അന്ന് പറഞ്ഞ പോലെ ഓരോ കേസുകളാണ്, ഓരോ ഇഷ്യൂസ്. ആ ഇഷ്യൂസ് എങ്ങനെയാണ് ദൈവം ഹാൻഡിൽ ചെയ്ത കാര്യത്തെ പോലെ വേദപുസ്തകം പറയുന്നത്. അപ്പൊ നമുക്ക് കയ്പിന്റെ കാര്യം നോക്കാം. നമുക്ക് പഴയ നിയമത്തിലൊരു ഭാഗത്തേക്ക് ഓടിപ്പോയിട്ട് ഞാൻ തൊട്ടിട്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്ത ഓരോ കേസ് സ്റ്റഡികളും ഓരോ ദിവസം നമുക്ക് നോക്കാൻ പറ്റും. വായിക്കാം നമുക്ക് 2 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 13 അധ്യായത്തിലേക്ക്. 2 ശമൂവേലിന്റെ പുസ്തകം 13 എന്ന് കുറച്ച് വാക്യം വായിക്കും. എഴുതാൻ പറ്റുന്നത് എഴുതുക, ഓർക്കാൻ പറ്റുന്നത് ഓർക്കുക. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ എന്ത് വായിച്ചു നോക്കുക. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകും, എന്നാലും നിർത്തി പോകാൻ ശ്രമിക്കും. 2 ശമൂവേൽ പുസ്തകം 13 അധ്യായത്തിലേക്ക് മടങ്ങുക. 2 ശമൂവേൽ 13 അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യം. 13, 14 ഒക്കെ നമ്മൾ കുറച്ച് വായനകളൊന്നും ഉണ്ടായിരിക്കും വായിക്കുന്നത്. ഓക്കെ ഓക്കെ മതി. ഈ 2 ശമൂവേലിന്റെ പുസ്തകം 13 അധ്യായത്തിൽ നമ്മള് ഒരു കേസ് സ്റ്റഡിയാണ് നോക്കുന്നത്. ഒരു കയ്പ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ ഒരു ഉണർവ് പ്രസംഗിക്കുന്നു. ഇന്ന് ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് ഒരു ഉണർവും ഇല്ല. ഞാൻ ഇന്ന് ഇത് പറയാനാണോ വന്നേക്കുന്നത്. അതുകൊണ്ട് ഉണർവ് എനിക്കില്ല 2 ദിവസമായിട്ട്. അപ്പം ഇവിടെ ഒരു കേസ് സ്റ്റഡി നമ്മൾ നോക്കുകയാണ്. വായിക്കാൻ നമുക്ക് ഒന്നുകൂടെ വായിച്ചോളൂ. അതിനുശേഷം സംഭവിച്ചത് ദാവീദിന്റെ മകനായ അബ്ശലോമിന്. അപ്പൊ ദാവീദിന്റെ മകന്റെ പേരെന്താണ്? അബ്ശലോം. അത് ഓർത്തോണം, കാരണം ഇന്ന് 8-10 പേര് ഇതിനകത്തുള്ളതുകൊണ്ട് ഇതെല്ലാം കൂടെ കുഴപ്പമായി പോകും. ദാവീദിന്റെ മകനായ അബ്ശലോം. അബ്ശലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. എന്നാ പിന്നെ വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയാൽ പോരെ, ദാവീദിന്റെ 2 മക്കളുണ്ടായിരുന്നു. ഒരാളുടെ പേരെന്തായിരുന്നു? അബ്ശലോം എന്നും പിന്നെ ഒരു സഹോദര പേരും എഴുതിയാൽ പോരെ. വായിച്ചോളൂ, അങ്ങോട്ട് വായിച്ചോ. അവൾക്ക് താമാർ എന്ന് പേർ. എന്ന് വെച്ചാൽ ദാവീദിന്റെ മകനായ അബ്ശലോമിന് ആരുണ്ടായിരുന്നു? പുത്രിയോ? ഇതാ ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചോളൂ. ഒന്നുകൂടെ പറഞ്ഞ, ദാവീദിന്റെ മകനായ അബ്ശലോമിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി പേര് താമാർ. എന്നാ പിന്നെ ഒറ്റ കാര്യം പറഞ്ഞാൽ, ദാവീദിന് 2 മക്കളുണ്ടായിരുന്നു. ഒരാളുടെ പേര് അബ്ശലോം എന്നും ഒരാളുടെ പേര് താമാർ എന്നും പറഞ്ഞാൽ പോരെ. ഇങ്ങനെ വളർത്തു കുത്തിയാ പോണത്. അതിന് കാരണം വെച്ചാൽ ഇത് 2 പേരും ആരല്ല, ഒറ്റ ഭാര്യയുടെ മക്കൾ അല്ല, 2 ഭാര്യമാരുടെ മക്കളാണ്. അന്ന് ഭാര്യമാരെ എങ്ങനെയൊക്കെ എടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് എടുത്തത്. സംശയമുണ്ട്, ഒരു വാക്യം വായിക്കും. 2 ശമൂവേലിന്റെ പുസ്തകം 3 അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചു. 3 അധ്യായം 2-3 വാക്യങ്ങൾ. 2 ശമൂവേൽ 3 അധ്യായം 2. ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവം പ്രസവിച്ച അമ്നോൻ അവന്റെ ആദ്യജാതൻ. അപ്പൊ നേരത്തെ വായിച്ച അമ്നോൻ ആരാണ്? എന്റെ ചേട്ടനാണോ? അബ്ശലോം അമ്നോൻ ആരാണ്? ദാവീദിന്റെ ആദ്യജാതനാണ് അമ്നോൻ.
ഓക്കെ, അടുത്തത് അമ്നോൻ വായിച്ചില്ല, അതുകൊണ്ട് കൺഫ്യൂഷൻ ചെയ്യപ്പെട്ടു. ആയിട്ട് വായിച്ചോളൂ. കർമ്മേല്യൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ പ്രസവിച്ച കിലയാബ് രണ്ടാമത്തവൻ. ഓക്കെ. ഗശൂർ രാജാവായ തൽമയുടെ മകൾ മയഖയുടെ മകനായ അബ്ശാലോം മൂന്നാമത്തവൻ. ഓക്കെ, 3 പിള്ളേർ അവിടെ എന്തുണ്ട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരെന്തുണ്ട് വ്യത്യസ്തമാണ്. ഇനി നമ്മൾ തിരിച്ച് നമുക്ക് മറ്റേ പുസ്തകത്തിലേക്ക് വരാം, 13-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പം ഇതെന്തുകൊണ്ട് എങ്ങനെ എഴുതി ചോദിച്ചാൽ, രാജാവിന് പല ഭാര്യമാരിൽ പല കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ സ്റ്റോറി എഴുതി വരുന്നത് പറയാനാണ് ഞാൻ വന്നത്. വായിച്ചോളൂ. 13-ാം അധ്യായത്തിലേക്ക് വരാം, മടങ്ങി വരാം. അതിനുശേഷം സംഭവിച്ചത് ദാവീദിന്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്ന് പേർ. അപ്പൊ ദാവീദിന് അബ്ശാലോം ഉണ്ടായിരുന്നു, പിന്നെന്തുണ്ടായിരുന്നു, അബ്ശാലോമിന്റെ ഒരു സഹോദരിയായിട്ടുള്ള താമാർ ഉണ്ടായിരുന്നു. വായിച്ചോളൂ. ഓക്കെ. ദാവീദിന്റെ മകനായ അമ്നോന് അവളിൽ പ്രേമം ജനിച്ചു എന്ന് പറഞ്ഞാൽ ദാവീദിന് പിന്നെ ഒരു മകന്റെ വരുന്നു. അമ്നോൻ നേരത്തെ വായിച്ച ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഭാര്യയിലുണ്ടായ ആരാണ്, ഒരു മകനാണ്. ആ കക്ഷിക്ക് ആരിൽ പ്രേമമുണ്ടായി, ഈ പറയുന്ന അബ്ശലോമിന്റെ സഹോദരിയിൽ എന്തുണ്ടായിരുന്നു, ഒരു പ്രേമമുണ്ടായി. കാര്യം മനസ്സിലായി അല്ലേ? അതായത് ഒരപ്പൻ, പല അമ്മമാര്, അതിനകത്തുണ്ടായ മക്കളിൽ സഹോദരനും സഹോദരിയായ അബ്ശലോമിനും താമാറും. ആ താമാറിനോട് ആർക്ക് സ്നേഹമുണ്ടായി, ദാവീദിന്റെ മൂത്ത പുത്രന് അതികടുത്ത സ്നേഹമുണ്ടായി. നല്ല കാര്യമാണ്. അതായിട്ട് വായിച്ചോ. ഇപ്പൊ അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അതായിട്ട് വായിച്ചോളൂ. തന്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് ഈ സാധനമൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ മറ്റു പരിഭാഷയൊക്കെ നോക്കി വായിച്ചോണം. എന്തായാലും ഒരു കാര്യമുണ്ട്, പ്രേമം എന്ത് ചെയ്തു, അങ്ങ് കലശലായി. അത്രയും കാര്യം അറിഞ്ഞാൽ മതി. ഇങ്ങോട്ട് പോക്കോ. അമ്നോൻ രോഗിയായി തീർന്നു. ഇങ്ങനെ പണ്ട് പലരും രോഗിയായതിന്റെ അനുഭവമാണ് ഇപ്പൊ നമ്മൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഴുപ്പ് ആ സമയത്ത് കൂടുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം കൊണ്ടാണ് പിന്നെ ഇന്നിരിക്കുന്ന പല അവസ്ഥയിലും നമ്മളിൽ പലരും കൂടാനുള്ള കാര്യം ഇതാണ്. അതിന്റെ കൂടെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് എന്നെ വിളിക്കല്ല ഇടയ്ക്ക്. ഒക്കെ വായിച്ചോളൂ. അവൾ കന്യകയാകയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. അപ്പൊ നിങ്ങൾക്ക് അതിന് കാര്യം മനസ്സിലാക്കണം. ഈ മുഴുപ്പ് എന്താന്നുള്ള കാര്യം, അതിന്റെ കുഴപ്പം എന്താന്നുള്ള കാര്യം, എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന. ഇതിനകത്ത് ചെറിയ പിള്ളേരാണെങ്കിലും വലിയ പിള്ളേരാണെങ്കിലും വലിയ മുതുക്കാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ള കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അസുഖം ഉണ്ടായെന്നുള്ള കാര്യവും, ഇപ്പോഴും നമ്മുടെ പലരും അസുഖം എന്താന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുമ്പോട്ട് പോയിക്കോട്ടെ. എന്നാൽ അമ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമയുടെ മകനായി യോനാദാബ് എന്ന് പേരുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ അമ്നോന് പേര് നിങ്ങൾ ഓർത്തണം. ഞാൻ ഇന്ന് തുടർന്ന് മൊത്തം പേരിലാണ് കളി, അതുകൊണ്ട് പേര് ഓർത്തണം. അപ്പൊ അമ്നോന് ആരിൽ പ്രേമമുണ്ടായി, താമാറിൽ എന്തായി പ്രേമമുണ്ടായി. ഈ താമാർ ആരാണ്, അബ്ശലോമിന്റെ സഹോദരിയാണ്. അപ്പൊ അബ്ശലോമും താമാറും ഒരു ഭാര്യയിലെ കുഞ്ഞുങ്ങളാണ്. അമ്നോൻ വേറെ ഭാര്യയിലെ കുഞ്ഞാണ്. അമ്നോനാണ് ദാവീദിന്റെ ആദ്യജാതൻ. അപ്പൊ ഇങ്ങനെ സീൻ മോശമായി കഴിഞ്ഞപ്പോൾ ഈ അമ്നോന് ഭയങ്കര വിഷമം, നെഞ്ചുവേദനയും പയറുവേദനയും ബാത്റൂമിൽ എല്ലാം കൊണ്ട് പുള്ളിക്ക് ആകെ മാൽ മുഴുത്ത് ഒരു രീതിയിലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് പുള്ളി മൊബൈൽ നോക്കിയപ്പം പുള്ളിയുടെ ഒരു കസിൻ്റെ നമ്പർ കിട്ടി. പുള്ളി രാവിലെ ഹൈ ഗുഡ് മോർണിംഗ് ഇട്ടേക്കുന്നു. അപ്പോൾ നോക്കി പറഞ്ഞു എന്തുകൂടെ ഗുഡ് മോർണിംഗ് ഒന്നും റിപ്ലൈ ഇല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു അണ്ണാ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്, എനിക്ക് എന്തുണ്ട് ഈ താമാറിനോടൊരു ചെറിയ സ്നേഹമുണ്ടായി എന്ന് ആരോട് പറയുന്നു, ഈ പറയുന്ന കക്ഷിയോട്. ഈ കക്ഷിയുടെ പേരൊന്നുകൂടെ വായിച്ചോ. യോനാദാബ് എന്ന് പറഞ്ഞ കക്ഷി പറഞ്ഞു. ഈ യോനാദാബ് ആരാ ചോദിച്ചാൽ പുള്ളിയുടെ ആരാണ്, ദാവീദിന്റെ ജ്യേഷ്ഠന്റെ കസിനാണ്. ഈ ബന്ധങ്ങളിൽ പകുതിയും കുഴപ്പമുണ്ടാക്കുന്ന ഇത്തിരി കുറെ കസിനാണ്. നീ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാവുന്ന പറഞ്ഞു. ഓക്കെ, സംസാരിച്ച് ആ കയ്യാലേ കയറി, ഈ കയ്യാലേ കയറി, അതിലേ കയറി, ഇതിലേ കയറി, ആകെ കുഴപ്പമായി. കുഴപ്പമെന്ന് പറഞ്ഞു ഐഡിയയിലോട്ട് വായിച്ചു. യോനാദാബ് വലിയ ഉപായിയായിരുന്നു. യോനാദാബ് വിളിക്കുന്ന എല്ലാ ആളുകളും ഓർത്തോണം. ഈ പല കസിൻസും ആരാണ് ആണോ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ടായി പറഞ്ഞത്. ഉപായിയായിരുന്നു. വായിച്ചോ. അവനോട് നീ നാൾക്ക് നാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്ത് രാജാവ്, ഇങ്ങനെ നാൾക്ക് നാൾ അങ്ങ് ക്ഷീണിക്കുവാന്നല്ലോ. നമ്മുടെ ഉപദേശമാർക്ക് വേറൊന്നും ചോദിക്കാനില്ല. അവരിങ്ങോട്ട് വന്നു പറഞ്ഞാൽ ക്ഷീണമാണല്ലേ, എന്തോ ക്ഷീണം, ഡെയിലി 10 മുട്ടയത്തേക്കാൻ തിന്ന് പുഴുവിടാൻ നിൽക്കുന്നതിനെ കണ്ടുകൊണ്ട് ഉപദേശം ക്ഷീണമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ പോലെ പുള്ളി അത് എന്തേലും ഒരു സാധനം അടിച്ചാലാണ് അടുത്ത സാധനം കിട്ടുള്ളൂ. ഈ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പൊ അത് ഇടണമെങ്കിൽ ചോദ്യം വേണം. വായിച്ചോ. എന്നോട് പറഞ്ഞുകൂടായോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞാൽ പോരെ, നീ എന്തുവാ ഈ വിഷമിക്കുന്നതിന് കാര്യം, നിനക്ക് വിഷയമൊക്കെ എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ ചോദിക്കുന്നതിനും വിഷയം അറിയാം, നാട്ടുകാർക്കെല്ലാം വിഷയം അറിയാം.
പക്ഷെ എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് ഒരു ചോദ്യം അറിഞ്ഞാലാണ് അടുത്ത സ്ഥാനത്തിൽ പിടിക്കാൻ ഒക്കുള്ളൂ. നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? വായിച്ചോളൂ. അമ്നോൻ അവനോട് എന്റെ സഹോദരനായ അബ്ശലോമിന്റെ പെങ്ങൾ എന്റെ സഹോദരനായ അബ്ശലോമിന്റെ പെങ്ങൾ താമാറിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു. താമാറിൽ എനിക്ക് ഭയങ്കര അഫയറാണ് കുറച്ച് ദിവസമായിട്ട്. യോനാദാബ് അവനോട് നീ രോഗം നടിച്ച് കിടക്കയിൽ കിടന്നുകൊള്ളുക. നീ എന്ത് ചെയ്യണം? ഇനി ഒരു ഡാൻസ്, ഇനി നമ്മളൊരു നാടകമാണ് നടത്താൻ പോകണം. തിരക്കഥ ഞാൻ തരുവാണ്. നീ എന്ത് ചെയ്യണം? രോഗം എന്ത് ചെയ്യണം? നടിച്ച് നീ കിടക്കയിൽ എന്ത് ചെയ്യണം? കിടക്കണമെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് കോമഡി തോന്നുന്നു. അവസാനം ഡേഞ്ചറിലോട്ടാ പോകണം. അങ്ങോട്ട് ഞാൻ വായിച്ചോണ്ട് വരുന്നത്. കിടക്കാൻ പറഞ്ഞു. നിന്നെ കാണാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നിന്നെ കാണാൻ നിന്റെ അപ്പൻ എന്ത് ചെയ്യും? വരും. അപ്പൊ ഈ പറയുന്ന അമ്നോൻ എന്തുണ്ട്? ഒരു പെരയുണ്ട്. പെരക്കകത്ത് ആര് കിടക്കണം? അമ്നോൻ പനി പിടിച്ച് എന്ത് ചെയ്യണം? കിടന്നോണം. തലേ പൊതുപ്പോ കൊടുക്കാൻ. ഈ കിടക്കുന്ന എല്ലാ പനിക്കാരും പനിക്കാരല്ല. അത്രയും കാര്യം ആലോചിച്ചാൽ ഇന്ന് അവിടെ വെച്ച് ഞാൻ ആ സബ്ജക്റ്റ് അവിടെ നിർത്തുവാണ്. പനിയാണ്, പുളിയാണ്, വയറ്റിളക്കമെന്ന് പറഞ്ഞ എല്ലാം പനിയും പുളിയും വയറ്റിളക്കമൊന്നും അല്ല. ആണോ? അല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം ഇതെല്ലാം ഇങ്ങനെ കുറെ കസിൻസ് അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് കൊടുക്കുന്ന ഐഡിയകളും തന്നെ കുറെ കസിൻസിനെ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ട് കിടക്കുന്നവരെല്ലാം കണ്ടുണ്ടോ, അയ്യോ നീ കുളിച്ചില്ലേ കഴിച്ചില്ലേ എന്നൊക്കെ പെടലിക്ക് ഒരൊറ്റ പൊട്ടിയിൽ വെച്ച് കൊടുത്താൽ പല പനിയും അവിടെ തീരും. കറങ്ങി തൂങ്ങി നിൽക്കുന്ന വെള്ളമടിക്കാരൻ പോലീസ് വണ്ടി കാണുമ്പോൾ സ്റ്റഡിയാകുന്ന കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുത്താൽ തീരാവുന്ന പനികളാണ് നമ്മുടെ വീട്ടിലുള്ള പനിയും പുളിയല്ല. ഞാൻ പല മേഖലയിൽ എന്ത് ചെയ്യുന്നു, പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാം. മുമ്പോട്ട് പോയിക്കട്ടെ, വായിച്ചോളൂ. നിന്നെ കാണാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട് എന്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അപ്പൊ രാജാവ് വരുമ്പോ എന്ത് പറയും? പനിയാണെന്ന് പറയും. അപ്പൊ രാജാവ് പറയും കൊട്ടാരം വൈദ്യൻ വരട്ടെ എന്ന് പറയും. കാരണം കൊട്ടാരത്തിൽ ഈ എല്ലാ കുണ്ടാമട്ടിയും ഉണ്ട്. ഏത് വൈദ്യനാണ് വിടേണ്ടത് എന്ന് ചോദിക്കും. ഹോമിയോ പഞ്ചാരമുട്ടായി വേണോ, അതല്ല നിങ്ങൾക്ക് കഷായം വേണോ, അല്ലെ അലോപ്പതി വേണോ, കുത്തു വേണോ ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും വേണ്ട. എനിക്ക് എന്ത് ചെയ്യണം? താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിച്ചാൽ തീരാവുന്ന പനിയേ ഉള്ളൂ. അപ്പൊ മനസ്സിലായില്ലേ? എല്ലാ പനിയും പനിയല്ല. വായിച്ചോളൂ. അവളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ വെച്ചാല് രാജാവിന് പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, എനിക്കൊരു കുക്കറി ക്ലാസ് കൂടി എന്ത് ചെയ്യണം? വേണം. കാരണം എനിക്ക് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യണം? കാണണം. ഓ വല്ലാത്ത ലൈവ് ഉണ്ടാക്കലായിപ്പോയി. എനിക്ക് ലൈവായിട്ട് കാണണം ഇത് എന്ത് ഉണ്ടാക്കുന്നത്. വായിച്ചോ. ഇനി എനിക്ക് സമയമില്ല. അവിടെ ചില കാര്യം എന്റെ മനസ്സിൽ വന്നാണ് പറഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓടുകയാണ്. വായിച്ചോ. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. അങ്ങനെ അമ്നോൻ എന്ത് ചെയ്തു? രോഗം നടിച്ചു ചെയ്തു കിടന്നു. രാജാവ് അവനെ കാണാൻ വന്നപ്പോൾ രാജാവ് ടപ്പറന്ന് കുതിരപ്പുറത്ത് ഇവിടെ വന്നു. രാജാവിനോട് എന്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ അവളുടെ കയ്യിൽ നിന്നെടുത്ത് ഭക്ഷിക്കേണ്ടതിന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ 1-2 വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളിക്ക് 2-3 ദിവസം 5 ദിവസം 6 ദിവസം ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ഇത് കോഴ്സ് മൊത്തം ഒന്നും വേണ്ട. 1-2 പാരസെറ്റമോൾ കഴിച്ചാൽ തീരാവുന്ന ചെറിയ പ്രശ്നമുള്ളൂ. 1-2 വടകൾ എനിക്ക് എന്ത് ചെയ്യാതെ ഉണ്ടാക്കി തരണം. പുള്ളി വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. നമ്മളെ പോലെ ഒന്നുമല്ല കറക്കെ കുത്തി ഒരു 16 റീൽ എടുത്തിടുവൊന്നുമില്ല. ഒരൊറ്റ റീലിൽ പുള്ളി കാര്യം പറഞ്ഞു, എന്റെ ആവശ്യം ഇതാണ്, എനിക്ക് 2 വട മതി. നമ്മൾ വൈകുന്നേരം വരെ ഇരുന്നാൽ ഇത് എന്താ പറയുന്നത്, വടയാണോ വേണ്ടത് അടിയാണോ വേണ്ടതെന്ന് അറിയത്തില്ല. ഇത് മൊത്തം കേട്ടാൽ അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ പുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് വേണം? 1-2 വട എന്ന് പറഞ്ഞു. താഴോട്ട് വായിച്ചു. ഉടനെ ദാവീദ് ഇത് കേട്ട ഉടനെ ദാവീദ്, അതാ ഞാൻ പറഞ്ഞേ, പല തന്തമാരും തള്ളമാർക്കും പിള്ളേരുടെ പനിയെ പറ്റി യാതൊരു ബോധ്യവും ഇല്ല. ദാവീദ് ആ പുതപ്പൊന്ന് പൊക്കി നോക്കിയാൽ തീരാവുന്ന വിഷയമുള്ളായിരുന്നു. ഉടനെ പുള്ളി അങ്ങ് ചൂടായി. ഉടനെ പറഞ്ഞ കൽപ്പിക്കുവാണ്, പുള്ളിയുടെ ആളെ അരമനയിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു. ഉടനെ പുള്ളി ആളെ വിട്ടു. എഴുന്നേക്കട. അന്നേരം ഇത് കേട്ടപ്പോൾ കുട്ടപ്പായി അവിടുന്ന് എന്ത് ചെയ്തു? നേരെ ഇറങ്ങി ഓടി അരമനയിൽ എങ്ങോട്ട് ഓടി? താമാറിന്റെ വീട്ടിൽ ചെന്നു. താമാർ പറഞ്ഞു, ഉടനെ ഇങ്ങ് വാ, രാജാവിന്റെ കൽപ്പന ഉണ്ട്. രാജാവിന്റെ കൽപ്പന എന്തുവാ? വട ഉണ്ടാക്കാൻ കൽപ്പന. രസമുള്ള കഥയാണ്. താട്ട് വായിച്ചോളൂ. നിന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയിച്ചു. താമാർ തന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൾ കിടക്കുകയാണ്. ഈ സഹോദരൻ എന്ന് പറയാൻ കാര്യം
അത് ആവശ്യമുള്ള കാര്യമാണ്. കാരണം സഹോദരനാണെന്ന് നമ്മളെയും കൂടെ വായനക്കാരെയും കൂടെ ഓർപ്പിക്കാനും പുള്ളിക്കാരത്തേക്ക് ബോധമുണ്ടായിരുന്നു ഒക്കെ പറയാൻ ഈ സഹോദരൻ എഴുതി വെച്ചേക്കുന്നത്. ആയിട്ട് വായിച്ചോ, മുമ്പോട്ട് പോക്കോ. അവൾ മാവെടുത്ത് കുഴച്ച് എന്ത് ചെയ്തു അങ്ങോട്ട് കുഴച്ചു. അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ, സ്റ്റോറി എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഉടനെ വടക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഉടനെ മാവെടുത്ത് എന്ത് ചെയ്തു, ചവിട്ടി കുഴച്ചു. അവന്റെ മുമ്പിൽ വെച്ച് തന്നെ വടകളായി ചുട്ടു. അവന്റെ മുമ്പിൽ തന്നെ വടകളായി ചുട്ടു. അപ്പൊ 1, 2 അല്ല, വട 1, വട 2, വട 3 ചുട്ടി. പ്രോസസ് അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. വടകളായി എന്ത് ചെയ്തു, ചുട്ടുകൊണ്ടേയിരുന്നു. കാരണം ഇത് രണ്ടുപേരും ഈ പറഞ്ഞ കുക്കറി ക്ലാസ്സും ലൈവ് പരിപാടികളും കുഴയും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, ഇനി അടുത്തത് വായിച്ചോ. ഉരുളിയോടെ എടുത്ത് അവന്റെ മുമ്പിൽ വിളമ്പി. പുള്ളി എന്ത് ചെയ്യുന്നത്, ഇത് അവിടെ രസം, എനിക്ക് വളരെ രസമുള്ള ഇതെല്ലാം കഴിഞ്ഞ് ഉരുളിയോടെ എടുത്ത് ആരുടെ വേണ്ടേ ഇങ്ങോട്ട് വന്നു കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെയാണോ ഈ അസുഖം ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലും ഇങ്ങനെയാണ്. കൊണ്ടുപോകും കേട്ട്. കാരണം അസുഖം എന്താണെന്നുള്ള കാര്യം രണ്ടുപേരും പിടികിട്ടി. അപ്പൊ ഒരാൾ അതിനകത്ത് സെറ്റാകുന്നില്ല, മറ്റാൾക്ക് തൊട്ട് പറ്റുന്നുമില്ല. എന്നാ നീ അങ്ങ് കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉരുളി മൊത്തം എടുത്ത് ആരുടെ മണ്ടയിലോട്ട് തിരിച്ചു കൊണ്ട് ഉരുളിയൊക്കെ പൊക്കി പിടിച്ചാൽ പെണ്ണുമ്പിള്ള വരുന്നു. ഇവന്റെ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം രാജാവിന്റെ മോനല്ലേ, തിരിച്ചു ചോദിക്കണേ. ഉരുളിയോടെ പറഞ്ഞു നീ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ പുള്ളി കാര്യം പറഞ്ഞു. പുള്ളി എനിക്ക് ആ പുള്ളി ഇഷ്ടമാണ്. പുള്ളിയുടെ കഥയൊക്കെ നല്ല വായിച്ചോ. എന്നാൽ അവൻ ഭക്ഷിപ്പാൻ അവൻ ഇഷ്ടമായില്ല. അവൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും കേറ്റാൻ എന്നെ കൊണ്ട് എത്തില്ല, പറ്റത്തില്ല. നമ്മുടെ മുമ്പിലോട്ട് വന്ന് കേട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിന്നെ കുന്തം ഞാൻ ഇന്ന് കഴിക്കുന്നില്ല, ഇന്ന് എനിക്ക് എന്ത് വേണ്ട, ഇന്ന് ചാപ്പാട് വേണ്ട. നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എന്നാ ഞാൻ കേട്ടുന്നില്ല. വിശന്ന് പരവേശം എടുക്കുമ്പം അടുക്കള കൂടെ തേടി തിന്നാണ് പഴമുണ്ടോ, കാരണം ഇത് തിന്നാനൊക്കത്തില്ലല്ലോ. ഇത് വേണ്ടെന്ന് പറഞ്ഞല്ലോ, ഇനി പഴമുണ്ടോ, അല്ല ഉണങ്ങിയ ബ്രെഡുണ്ടോ, പട്ടിക്ക് കൊടുക്കാൻ റസ്ക് ഉണ്ടോ, ഇതെല്ലാം തപ്പി നടക്കുക. കാരണം ഈ അഭിമാനത്തിൽ പറഞ്ഞു ഇനി ഞാൻ കേട്ടുകയെന്ന് പറഞ്ഞാൽ. എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ എന്ന് അമ്നോൻ പറഞ്ഞു. അപ്പൊ സീനെല്ലാം മോശം. ഇവിടെ കുറെ അണ്ണന്മാർ ഇതും കണ്ടുകൊണ്ട് കിലി പറഞ്ഞു ഇരിപ്പുണ്ടായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അവർ ഇറങ്ങണ കളി എല്ലാത്തിനും കൂടെ ഇറങ്ങി പുറത്തോട്ട് വിട്ടു. നീ എല്ലാം കൂടെ ഇവിടെ തിരിച്ചുകൊണ്ട് നിൽക്കാതെ എല്ലാത്തിനും ഇറങ്ങി വെളി വിട്ടിട്ട് പുള്ളി പറഞ്ഞു എല്ലാവരും അവന്റെ അടുക്കൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാറിനോട് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു രാജകീയ പ്രോട്ടോകോൾ ഒക്കെ ഉണ്ട്. രാജാവിന്റെ മൂത്ത മകൻ ആണ് സംഭവം. അപ്പൊ കക്ഷിക്ക് ഭക്ഷണം ഒന്നും ഇങ്ങനെയൊന്നല്ല. അപ്പൊ അതെല്ലാം പറഞ്ഞ എല്ലാത്തിനും വെളിവിട്ട് നീ കൊണ്ടുവന്നാ മതി പറഞ്ഞു. വായിച്ചു, ഞാൻ പോയ സമയം പോകും, വായിച്ചോളൂ. താമാർ താൻ ഉണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അമ്നോന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവയെ അവന്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ചവളോട് സഹോദരി വന്ന് എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൾ അവനോട് എന്റെ സഹോദര അരുതേ, എന്നെ അവമാനിക്കരുത്. ഇസ്രായേലിൽ ഇത് കൊള്ളരുതാത്തതല്ലോ. ഈ വഷളത്വം ചെയ്യരുത്. എന്റെ അവമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും? നീയും ഇസ്രായേലിൽ വഷളന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ. നീ രാജാവിനോട് പറക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. നീ രാജാവിനോട് പറഞ്ഞാൽ ഈ കാര്യമൊക്കെ നടക്കും. പക്ഷെ ദയവേത് നിയമം തെറ്റിച്ചുള്ള കളിക്ക് എന്ത് ചെയ്യും, നിൽക്കരുത്. നിന്നാൽ നിന്റെ പേരെന്ത് ചെയ്യും, പോകും. ഇങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ രാജാവിനോട് പറയാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു രാജാവിനൊന്നും പറയാൻ എനിക്കിപ്പോൾ നേരമില്ല, നമുക്ക് രണ്ടുപേരും കൂടി ഇപ്പം എന്ത് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല, മുമ്പോട്ട് പോകോളൂ. നീക്കിക്കോ. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ അവളെക്കാൾ ബലമുള്ളവനാകൊണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചു. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ അന്ന് അമ്മ തല്ലുകൂടി ചത്തുണ്ടാവും. കാരണം അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്, ബലമില്ലാത്തതുകൊണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളതാണെങ്കിൽ ചിലപ്പോൾ അവൻ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു, ഒരൊറ്റ അടിക്ക് അവന് 2 കഷ്ണമായി കളഞ്ഞു. പോട്ടെ, താഴോട്ട് വായിച്ചോ. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്ക് എന്തുണ്ടായി, വെറുപ്പുണ്ടായി. കാരണം അത് യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ള ഒറ്റ വാക്യത്തിലാണ്, ലസ്റ്റിലാണ് അത് ഉണ്ടായെന്ന് പറയാൻ എഴുതി വെച്ചേക്ക്. താഴോട്ട് വായിച്ചോ. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോക എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. പെണ്ണുപിള്ള എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. പഴയ സ്നേഹമൊക്കെ എന്ത് ചെയ്തു, പോയി. എല്ലാം അടിയായി, വഴക്കായി, ഓടിക്കാൻ തുടങ്ങി. ഓടിച്ചു വിട്ടു. താഴോട്ട് വായിച്ചു. അവൾ അവനോട് അങ്ങനെ അരുതേ, നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തെക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റേ ദോഷം ഇതിനേക്കാൾ നന്നായിരുന്നു. മറ്റേ ദോഷത്തെക്കാൾ വലിയ തെണ്ടിത്തരമാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്, എന്നെ പറഞ്ഞു വിടുന്നു പറഞ്ഞു. ഇതിനേക്കാൾ നല്ല മറ്റേ ദോഷമായിരുന്നു പറഞ്ഞാൽ അത്രയും മോശമാണ് ഇപ്പൊ എന്നോട് ഇത് കാണിക്കുന്നത് പറഞ്ഞു. താഴോട്ട് വായിച്ചു. എന്നാൽ അവന് അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സായില്ല. അവൾ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരനെ വിളിച്ച് അവനോട് ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിലടച്ച് കളക എന്ന് പറഞ്ഞു. ഈ ഉരുളിയും വടയും ബാക്കിയുള്ള വടയും ഈ പെൺപിള്ളയും എല്ലാത്തിനും കൂടി ചവിട്ടി ദൂരോട്ട് കളയാൻ പറഞ്ഞു. എല്ലാത്തിനും ചവിട്ടി അടിച്ച് വാതിലും അടച്ചു കളഞ്ഞു.
ഓക്കെ, താഴോട്ട് വായിച്ചു. അവൾ നിലയങ്കി ധരിച്ചിരുന്നു. അവൾ നിലയങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്ക പതിവായിരുന്നു. ബാല്യക്കാരൻ അവളെ പുറത്തിറക്കി വാതിലടച്ചു കളഞ്ഞു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ട് ചാരമൊക്കെ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കൈയും വെച്ച് നിലവിളിച്ചും കൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശാലോം അവളോട്, നിന്റെ സഹോദരനായ അമ്നോൻ നിന്റെ അടുക്കലായിരുന്നുവോ? ആകട്ടെ സഹോദരി, മിണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ, ഈ കാര്യം മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു. കേട്ടോണേ, എന്ത് നല്ല മനുഷ്യനാണ്. അബ്ശാലോം വന്നിട്ട് പറഞ്ഞു, സഹോദരൻ അമ്നോനാണ് നിന്നെ പറ്റിച്ചതല്ലേ, ദയവ് എന്ത് ചെയ്യരുത്, ഒന്നും പറയണ്ട, വിട്ടുകളാ, എന്റെ സഹോദരനല്ലേ എന്ന് പുള്ളി എന്ത് ചെയ്തു? വളരെ ഞാൻ നോക്കിയിട്ട് ദാവീദിനേക്കാൾ മാന്യനായ ഒരു കഥാപാത്രമാണ് ഈ അബ്ശാലോം. പക്ഷേ ദാവീദിന് ഏറ്റവും വലിയ തലവേദന കൊടുത്ത പാർട്ടിയാണ് അബ്ശാലോം. പിന്നീട് ആ കഥയിലേക്ക് ഞാൻ വരുന്നത്, അത് വായിക്കാൻ ഇത്രയും വായിച്ചു പോകണം. മുമ്പോട്ട് പോയിക്കോളും. അങ്ങനെ താമാർ തന്റെ സഹോദരനായ അബ്ശാലോമിന്റെ വീട്ടിൽ ഏകാഗിയായിട്ട് പാർത്തു. ഓക്കെ, കാരണം എന്തുവാ? തന്റെ ശുദ്ധി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൊണ്ട് അവിടെ ഏകാഗിയായിട്ട് പാർക്കുകയാണ്. വായിച്ചോളൂ. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ കേട്ടപ്പോൾ സംഭവിച്ചു? അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്ത് ചെയ്തു? ഏറ്റവും ജ്വലിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നാൽ അബ്ശാലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. കേട്ടോണേ, 2 വാക്യമുണ്ട്. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെ എന്ത് ചെയ്തു? കേട്ടു. എന്താ കേട്ടു? കസിൻ വന്ന് പറഞ്ഞു കൊടുത്ത ഐഡിയയും രാജാവെ തന്നെ പൊട്ടം കളിപ്പിച്ചതും ഈ പറയുന്ന വടയുണ്ടാക്കിയതും വടയ്ക്ക് അവസാനം വലിയ അടിയിൽ അവസാനിച്ചതും ഒക്കെ ആര് കേട്ടു? രാജാവ് കേട്ടു. രാജാവിന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ നമുക്കും ഇങ്ങനെ 2 ടൈപ്പ് കോപം ജ്വലിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കോപം ജ്വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എങ്ങാനും ഉണ്ടോ, ഇപ്പം എങ്ങനെ വരുമോ, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോയേ പറ്റും, അവിടെ ചെന്ന് നമ്മൾ 2 അടി ഉണ്ടാക്കിയാലേ നടക്കുകയുള്ളൂ എന്ന് പറയുന്ന കോപം ജ്വലിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം തീർക്കണം, തെപ്പം. ഇപ്പം അതല്ല, ഓട്ടോ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചെന്ന് അവിടെ അടി ഉണ്ടാക്കിയിട്ട് പോരത്തുള്ളൂ. അടുത്ത ഗ്രൂപ്പുകാർക്ക് കോപം അങ്ങ് ജ്വലിച്ചാൽ പിന്നെ അതിന് പോകും. സെക്കൻഡ് നേരത്തെ കോപമുള്ളൂ. ദാവീദിന്റെ കോപം എന്ത് ചെയ്തു? അത്യന്തം ജ്വലിച്ചു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? പോട്ടെ എന്ന് വിചാരിച്ചു. കാരണമുണ്ട്, ഞാൻ അങ്ങോട്ടാ വരുന്നത്. ഒരു വിഷയം വരുമ്പം സ്വാഭാവികമായിട്ട് ദാവീദ് എന്ത് ചെയ്യണേ വരുന്നു? അത് അപ്പം ഈ പറഞ്ഞ 3 എണ്ണത്തിനെ വിളിച്ചു കൂട്ടി കാര്യം പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വിടണമായിരുന്നു, പരിഹാരം കാണണമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തില്ല? നമ്മുടെയും ജീവിതത്തിൽ വരുന്ന വിഷയത്തിന് കാരണം ഒരു ഇഷ്യൂ നടക്കുമ്പോൾ അത് റൈറ്റ് അവേ ആ സാധനത്തിനകത്ത് ഇറങ്ങി അത് ഇഷ്യൂ ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് വിടാൻ നമ്മൾ പലരും ശ്രമിക്കാത്തത് കൊണ്ടാണ് പിന്നീട് ഇത് വലിയ 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 കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പറഞ്ഞ ആ പ്രാക്ടിക്കൽ സൈഡിലോട് ഞാൻ വരുന്നത്. ദാവീദിനെ അന്ന് വിളിച്ചാൽ മതി, ആ കേട്ട കോപത്തിന് ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അമ്നോനും വന്നേനെ, താമാറും വന്നേനെ, അബ്ശാലോമും വന്നേനെ, ഒറ്റ വിഷയത്തിൽ പരിഹരിച്ച് നീതിപൂർവ്വം കാര്യങ്ങൾ എന്ത് ചെയ്യാമായിരുന്നു? തീർക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അത് നടന്നില്ല. ദാവീദ് സ്വാഭാവികമായ വിഷയം മറന്നു കളഞ്ഞു. അബ്ശാലോം വായിച്ചോ, ഞാൻ വായിക്കുന്ന മുമ്പോട്ട് പോകണം. നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം, എനിക്ക് എന്തായാലും 10-20 മിനിറ്റ് കൂടെ എടുക്കും. മുമ്പോട്ട് പോകാം. തന്റെ സഹോദരിയായ താമാറിനെ അമ്നോൻ അവമാനിച്ചതുകൊണ്ട് അബ്ശാലോം അവനെ ദ്വേഷിച്ചു. അബ്ശാലോം പറഞ്ഞു, ഇവനൊക്കെ ആവുന്നു രാജാവിനില്ല, ദോഷിച്ചു. ഇവനെയൊക്കെ എന്തിനു കൊള്ളാം, സ്വന്തം സഹോദരി ഇത്തിരി പരിപാടി കാണിച്ചു, ഇവനെ കൊള്ളാമോ എന്ന് ചോദിച്ചു. പുള്ളി ഇത് ദോഷിച്ചു. അവനൊന്നും മൈൻഡ് ചെയ്തില്ല, വിട്ട് കളഞ്ഞു. ഓക്കെ, 2 സംവത്സരം കഴിഞ്ഞ ശേഷം. എത്ര സംവത്സരം? 2. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞു. 2 ജനറൽ കൺവെൻഷൻ കഴിഞ്ഞു, ഒരു 10-24 തിരുവത്താഴം കഴിഞ്ഞു, കുറെ ഉത്സവങ്ങളും പെരുന്നാളും എല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരു പരിപാടി എന്ത് ചെയ്തില്ല? നടന്നില്ല. ഇഷ്യൂ മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. ആരുമായിട്ടുള്ള ഇഷ്യൂ? അബ്ശാലോമും അമ്നോനുമായിട്ടുള്ള ബന്ധം വളരെ അകലാൻ തുടങ്ങി. രാജാവ് നല്ല രാജാവാണെങ്കിലും കുടുംബത്തിൽ എന്തില്ലായിരുന്നു? നീതി ഇല്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ പോയി. ദൈവത്തെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിനകത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നോക്കണം. എങ്ങനെയാണ് ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു ബന്ധത്തെ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്ന, ഓരോ വിഷയം എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിനകത്ത്. വായിച്ചോ, നമ്മൾ താഴ്ത്ത് വായിച്ചോ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഓടുകയാണ്. വായിച്ചോളൂ. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശാലോമിന് എഫ്രൈമിന് സമീപത്തുള്ള ഹസോരിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. അപ്പൊ അടിയന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടുകാരുടെ അടിയന്തരമല്ല, ഇത് വേറെ അടിയന്തരം. ആടുകളിലെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായി. അങ്ങനെ അടിയന്തരം ഉണ്ടായപ്പോൾ നമുക്ക് ഈ പാലക്കാട് ഒറ്റ അടിയന്തരം ഉള്ളൂ, അതല്ല ഇത്. അങ്ങനെ ഒരു അടിയന്തരം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ആളുകളെല്ലാം വിളിച്ചുകൂട്ടി വലിയ ചടങ്ങ് നടക്കുന്നു, വലിയ പരിപാടി, രോമം കത്തിരിക്കുന്ന പരിപാടി നടക്കുവാണ്. വായിച്ചോളൂ. അബ്ശാലോം രാജകുമാരന്മാരെയൊക്കെയും ക്ഷണിച്ചു. അപ്പം രാജകുമാരന്മാർ എത്ര ഉണ്ട്? ഒത്തിരി ഉണ്ട്. കുഴപ്പം ഇതാണ്, ഈ പോളിഗാമിയാണ് ഇതിലെല്ലാം വിഷയം.
പെരക്കകത്ത് മൊത്തം പെണ്ണുമ്പിള്ളമാരിരുന്നാൽ പിന്നെ എങ്ങനെ കാര്യം നടക്കും? ആരെ കൂടെ നിൽക്കും? ആരെ ഫേവർ ചെയ്യും? ആരെ കളയും? ആരെ കളഞ്ഞാലും രാത്രി കിടത്തുറങ്ങാകത്തില്ല പെരക്കകത്ത്. ഒരെണ്ണം ഉണ്ടായിട്ട് ഉടക്കിയിട്ട് പെരക്കകത്ത് കിടക്കാനുമില്ല. പിന്നെ 2-3 ഉണ്ടെങ്കിൽ എല്ലാത്തിനോടും പണങ്ങി എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കണേ. പാലില്ലെന്ന് ചോദിച്ചാൽ മതി. അന്നത്തെ ദിവസം രാവിലെ ചോദിക്കണേ, കട്ടൻ കാപ്പിയാണ്, പാലില്ലായിരുന്നു. എവിടുന്നാ പാല് എന്ന് ചോദിച്ചു. പിന്നെ അങ്ങ് തുടങ്ങുമല്ലേ. ഒറ്റ ഒരെണ്ണത്തോടെ ഉടക്കിയാൽ തീരുവാ. അപ്പൊ ഈ 3-4 എണ്ണത്തിൻ്റെ കൂടെ ഉടക്കിയാൽ പുള്ളിക്കാരൻ ആ പഞ്ചായത്തിൽ പോയിട്ട് രാജ്യത്ത് നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ആയി എല്ലാത്തിനോടും. പോട്ടെ, പുള്ളി രാജ്യത്തിൽ വലിയ പുള്ളിയാണെങ്കിലും പെരക്കകത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. ഞാൻ ഈ നമ്മൾ വിശ്വാസവീരന്മാരെന്ന് പറഞ്ഞ പല വലിയ പുള്ളികളുടെയും ചരിത്രം എടുത്ത് പഠിച്ചാൽ ഭയങ്കര കോമഡിയാണ്. നമുക്കത് കുറേ ദിവസം തൊട്ടുപോയി. എന്തിനത് കുത്തിക്കെട്ടി വെച്ചേക്കാൻ? നിങ്ങളെ പോലെ എന്നെ പോലുള്ള ആളുകൾ ഒരു സൈഡ് മാത്രം പഠിക്കാനല്ല, ഇതിന് മറ്റേ സൈഡ് കൂടെ നോക്കാനായത് എഴുതി കുത്തിക്കെട്ടി കൈ തന്നേക്കുന്നത്. നമുക്ക് നോക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഇത് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം. മുമ്പോട്ട് പോകാം, വായിച്ചോളൂ. 2 വർഷം കഴിഞ്ഞപ്പോൾ രാജാവിന്റെ അടുക്കലും ചെന്നു. അബ്ശാലോം ആരുടെ ചെന്നു? ദാവീദിന്റെ വന്നു. എന്നിട്ടൊന്ന് പറഞ്ഞു, അടിയന് ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരമുണ്ട്. രാജാവും ഭൃത്യന്മാരും അടിയനോടുകൂടെ വരണമേ എന്ന് അപേക്ഷിച്ചു. പറഞ്ഞു, രാജാവ് എന്ത് ചെയ്യണം? വരണം. ഭൃത്യന്മാരും എല്ലാം കൂടെ എന്ത് ചെയ്യണം? എന്റെ പരിപാടിക്ക് വരണം. ഞങ്ങളുടെ കൺവെൻഷൻ ഈ പറയുന്ന ഫെബ്രുവരി മാസം 13, 14, 15 ദിവസങ്ങളിൽ തിരുവത്താഴത്തോട് അവസാനിക്കുകയാണ്, വരണമെന്ന് പറഞ്ഞു. രാജാവ് അബ്ശാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകും എന്ന് പറഞ്ഞു. എന്ത് രാജാവെന്ന് പുള്ളി പറയാണ്, മകനെ വേണ്ട, ഞങ്ങൾ എല്ലാം കൂടെ വന്നാൽ നിനക്ക് വലിയ ഭാരമാവും. ശരിയാണ്. ചിലർക്ക് എന്ന് അവർക്കും ഭാരമാകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്താണെന്നറിയോ? യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നും ഇല്ലല്ലോ, എനിക്ക് മുട്ട് മടങ്ങുന്നതിന്റെ കുഴപ്പമാണ്, ഞാൻ വരത്തില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക? അങ്ങ് പോകുന്നില്ല. ഇവിടെ രാജാവിനെ മോൻ വിളിക്കുകയാണ്, സ്വന്തം തന്തയെ വിളിക്കുക. തന്ത പറയുക, ഞാൻ വന്നാൽ എന്തായിരിക്കും? വലിയ ബുദ്ധിമുട്ടായിരിക്കും, എന്നെ അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. ഞങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ 1-2 പേര് എന്ത് ചെയ്യാം, നമ്മൾ യോഗത്തിന് പോകുന്ന പോലെ ഒരു വീട്ടിൽ നിന്ന് ഒരാളും ഒക്കെ ആയിട്ട് അങ്ങനെ വരാം. എല്ലാവരും കൂടെ വന്നാൽ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. താഴ്ത്തു വായിച്ചോ. അവനെ നിർബന്ധിച്ചിട്ടും പോകുവാൻ മനസ്സാകാതെ പുള്ളിക്കാരൻ പറഞ്ഞു, അണ്ണാ വരണേ, ദയവ് സെഞ്ച് നിങ്ങൾ വന്നതാ ആകണം. നിർബന്ധിച്ചുകൊണ്ടിരുന്നാലും പുള്ളി വന്നു, പറ്റത്തില്ല, എനിക്കന്ന് ഡേറ്റ് ഒക്കെ നോക്കി അന്ന് കലണ്ടറിൽ എൻ്റെ ഡേറ്റ് എല്ലാം തീർന്നേക്കുക, വരാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിവൊഴിവ് പറഞ്ഞുകൊണ്ട്. എന്താ കാര്യം? ഓൾറെഡി ഒരു കൺഫ്യൂഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിൽപ്പുണ്ട്. വായിച്ചോളൂ. അവനെ അനുഗ്രഹിച്ചു. പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്ന് അനുഗ്രഹിക്കുന്നില്ല, അഡ്വാൻസ് വിഷസ്. അപ്പോൾ അബ്ശാലോം, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോട് കൂടെ പോരട്ടെ. അബ്ശാലോമിന് കാര്യം മനസ്സിലായി, ഇതെല്ലാം ഡബിൾ ഗെയിം ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വരണ്ട, ആരെ വിട്ടാ മതി? മറ്റേ പുള്ളിയില്ലേ, ആ പുള്ളിയെ വിട്ടാ മതി എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത്, ഒരു വിഷയം പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിട്ടും വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു വഴക്കുണ്ടെങ്കിൽ പരിഹരിക്കണോ, അത് തീർക്കണോ? അത് വായിച്ചോ, താഴോട്ട് വായിച്ചോ. രാജാവ് അവനോട് അവൻ പോരുന്നത് എന്തിനാ എന്ന് പറഞ്ഞു. അവനും എന്തിനാ വരുന്നത്? ഞങ്ങൾ രണ്ടുപേരും എന്താണ്? അളിയനുമാണ്. പുള്ളിയും വരത്തില്ല, ആരും വരത്തില്ല, അമ്നോനും വരത്തില്ല. വന്നിട്ട് കാര്യം, പുള്ളിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, പുള്ളി ഒന്നും വരണ്ട, ഞാൻ പ്രാർത്ഥിച്ച് തന്നെ എന്ത് ചെയ്യും, അനുഗ്രഹിച്ച് വിടുവാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വാക്യവും ഞാനിത് വായിക്കാതിരിക്കും. നിങ്ങൾ വീട്ടിൽ ചെന്ന ഒരിക്കലും പുസ്തകം വായിക്കാത്ത ആളുകളായതുകൊണ്ടാണ് ഇത് വായിപ്പിക്കുന്നത്. വായിച്ചോളൂ. എങ്കിലും അബ്ശാലോം നിർബന്ധിച്ചപ്പം അവൻ അമ്നോനെയും രാജകുമാരന്മാരെയൊക്കെയും അവനോടുകൂടെ അയച്ചു. അപ്പം തന്നെ കുമാരന്മാർ കേട്ടോ, ഇങ്ങനെ ചിലപ്പോൾ എന്നാ പിന്നെ എല്ലാം കൂടെ പൊക്കോട്ടുണ്ടായി. നേരത്തെ പറഞ്ഞു ആരും വരുന്നില്ലെന്ന് പറഞ്ഞ വാക്ക്. നേരത്തെ എന്താ പറഞ്ഞത്? രാജാവും കുമാരന്മാരും കൂടെ വരാൻ പറഞ്ഞു. രാജാവ് പറഞ്ഞു ആരും വരുന്നില്ല. നിർബന്ധം മൂത്ത് പറഞ്ഞു മറ്റവനെ വിടാൻ പറ്റ പുള്ളി പറഞ്ഞു അങ്ങനെ തന്നെ പോകണ്ട കേട്ടോ, കുമാരന്മാരെല്ലാം കൊണ്ടുപോക്കോ. ഞാൻ ഒഴിവായി. അപ്പോൾ എണ്ണത്തിലെല്ലാം കറക്റ്റാണ്. നേരത്തെ അമ്നോനെ വരാതിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും വരാൻ വിളിച്ചതാണ്. ആരും വരത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്മുടെയും കാര്യങ്ങളൊക്കെ വായിച്ചു. ഞാനതെല്ലാം പറയാൻ പോയ സമയം പോയി, എനിക്ക് ഇമ്പോർട്ടന്റ് 1-2 തൊടാനുണ്ട്. അബ്ശാലോം തന്റെ ബാല്യക്കാരനോട്, നോക്കിക്കൊള്ളുവീൻ, അമ്നോൻ വീഞ്ഞു കുടിച്ച് ആനന്ദം ചിരിക്കും നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവീൻ. അപ്പൊ ഇവിടുത്തെ പുള്ളി അബ്ശാലോം എന്ന് പറയുന്നത് അറിയാമോ? നല്ല ജനുവിന് 2 വർഷം സ്വന്തം പെങ്ങളുടെ കാര്യത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകുന്ന വിചാരിച്ചു, ഉണ്ടായില്ല. മനമര്യാദ രാജാവിന്റെ സ്വീകരണവും ശരിയല്ല. കയ്പ് കയറിക്കൊണ്ടിരിക്കുവാണ്.
ഒറ്റ വാക്ക് തീരാവുന്ന വിഷയമേ ഉള്ളൂ. ആ കോപം ജ്വലിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ തീർക്കേണ്ട കാര്യം. കയ്പ് കയറ്റി മൂത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാൽ ഇന്ന് അവൻ വരുമല്ലോ. കൃത്യമായിട്ട് പറയണം, നല്ല ശാപ്പാടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീഞ്ഞു ഒഴിക്കുന്ന സമയത്ത് നോക്കണം, അവൻ കറങ്ങാൻ തുടങ്ങും, പെടലിക്ക് ഒരൊറ്റ പൊട്ടിയിൽ വെച്ചോളാം എന്ന് പറഞ്ഞു. വായിച്ചോളൂ, താഴ്ത്തു വായിച്ചോളാം. ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്. ഒരു ഭയമുണ്ട, ഞാനാണ് പറഞ്ഞത്. വക്കീല്, കോടതി എല്ലാം ഞാൻ തന്നെ എന്ത് ചെയ്യണം നോക്കിക്കോളാം, ഫുൾ പേയ്മെന്റ് എന്റെ ആണെന്ന് പറഞ്ഞു. വായിച്ചോളൂ. നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിക്കും എന്ന് കൽപ്പിച്ചു. അതോടെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ശൂരന്മാരായിരിക്കണം, പിന്നെ ഇന്ന് തീർത്തിട്ടേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. വായിച്ചോളൂ. അബ്ശാലോം കൽപ്പിച്ചതുപോലെ അബ്ശാലോമിന്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെ എഴുന്നേറ്റ് മതി. അബ്ശലോം പറഞ്ഞതുപോലെ അമ്നോൻ വന്നു, രാജകുമാരന്മാരെല്ലാം കൂടെ വന്നു. ഒറ്റ ഒരുത്തനല്ല, അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും എല്ലാവരും കൂടെ വരുന്നത്, കംപ്ലീറ്റ് കമ്മിറ്റിക്കാരും കൂടെ അവിടെ വന്നു. ചാപ്പാടടിച്ച് വിരുന്നടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയി വിരിഞ്ഞടിച്ച് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്ശലോം പറഞ്ഞു, ഒരു സിഗ്നൽ ഇട്ടു. ഒറ്റ സിഗ്നലിൽ പുറകെ നമ്മൾ പെടലിക്ക് ഒരു ഒറ്റ പൊട്ടിയിൽ വെച്ച് കൊടുത്ത് ആള് കറങ്ങുകയും ചെയ്തു. താഴെ പോയി. ആര് താഴെ പോയി? അമ്നോൻ താഴെ പോയി. താഴോട്ട് വായിച്ചോ. താന്താന്റെ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ വഴിയിലായിരിക്കും. ആൾക്കാർ നല്ല പാർട്ടികളാണ്. നമ്മൾ ഇവന്മാരെല്ലാം കൂടെ നിൽക്കുന്ന വിചാരിച്ചത്. ഒറ്റ ഒരു തന്നില്ല. ആൾ അടികൊണ്ട് താഴെ കൊണ്ടപ്പോഴും അവന്മാരുടെ കുതിരയെ തന്നെ ചാടി കയറി കോവർ കഴിഞ്ഞാൽ അവന്മാർ വണ്ടി വിട്ടു. വിടാ വണ്ടി എല്ലാം ഫസ്റ്റ് ഗിയർ ഇട്ട് വെച്ചേക്ക് വരുന്നു. വിട്ട ദാവീദിനും അറിയാം ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്നും പറഞ്ഞാണ് അവന്മാരെ വിട്ടത്. ചിന്തിച്ചോ, നമ്മുടെ കൂടെ വരുന്ന പല പാർട്ടികളും ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ നിൽക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവന്മാരെയും കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടാൽ ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യത്തെ അടി പൊട്ടും ഈ പാൻറ് ഇട്ടവനായിരിക്കും ഓടുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. ബ്രദറെ, ഞാനുണ്ടെന്ന് പറയും. എവിടെയെങ്കിലും ഒരു കാറ്റ് വെച്ചാൽ ഈ ഫസ്റ്റ് ഇവനായിരിക്കും ഓടുന്നത്. ആ പഞ്ചായത്ത് കാണത്തില്ല പലതിനെ. താട്ട് വായിച്ചോ. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആളടി വിട്ടു താഴെ വീണു എന്ന് പറഞ്ഞു ന്യൂസ്. അപ്പൊ തന്നെ ഇവര് കുതിരയൊക്കെ കോപ്പിട്ട് സ്ഥലം വിട്ടു ഓടി. അവർ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അബ്ശാലോം രാജകുമാരന്മാരൊക്കെ കൊന്നുകളഞ്ഞു. അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല എന്ന് ദാവീദിന് വർത്തമാനമെത്തി. കേട്ടോണേ, ആരേ പോയിട്ടുള്ളൂ? അമ്നോനെ പോയുള്ളൂ. ഉടനെ ഇവിടുന്ന് ന്യൂസ് എവിടെ ചെന്നു? അങ്ങ് അബുദാബി ചെന്നു, അല്ലെങ്കിൽ അങ്ങ് ഖത്തർ ചെന്നു, അല്ലെങ്കിൽ അങ്ങ് ദുബായി ചെന്നു. എന്താ പറയുന്ന അറിയാമോ? കംപ്ലീറ്റ് തീർന്നു. ഇങ്ങനെ ന്യൂസ് പോകുന്നത്. ചെറിയൊരു കാര്യം അരമന ചെന്ന് പറയുവാണ്, രാജകുമാരന്മാരെ മൊത്തം ആര് തീർത്ത്? അബ്ശലോം തീർത്തു എന്നൊരു ന്യൂസ് അവിടെ ചെന്നു. ഈവനിങ് സായാഹ്ന ദിനപത്രത്തിൽ ന്യൂസ് അവിടെ എത്തി. വായിച്ചോ. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. കേട്ട് പുള്ളി എഴുന്നേറ്റ് ഉടനെ ഉടുപ്പങ്ങ് വലിച്ചു കീറി. എന്തോ ഇച്ചിരി കേട്ടതേ ഉള്ളൂ. അത് ശരിയാണോ എന്ന് പോലും ആരറിഞ്ഞില്ല. രാജാവ് അന്വേഷിച്ചില്ല. ഉടനെ ചാടി എഴുന്നേറ്റ് ഉടുപ്പെല്ലാം വലിച്ചു കീറി താഴോട്ട് ഇട്ടു. അടുത്തത് എനിക്ക് ഇഷ്ടമുള്ളത്, അവന്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറി അരികെ പുള്ളിക്കാരൻ ഉടുപ്പ് കയറിയപ്പോൾ കൂടെ കുറെ ഉളകൾ അവന്മാരും കയറി. അവന്മാരും ഉടുപ്പ് വലിച്ചു കയറി. എന്തോ കേട്ടോണ്ടാ താൻ ഈ ഉടുപ്പ് വലിച്ചു കയറുന്നത്? താൻ കേട്ടത് വല്ലതും നേരാന്നോ? തനിക്കിത് വല്ലതും അറിയാമോ? താൻ ഇത് വല്ലതും കണ്ടോ? രാജാവ് കയറി, ഞാനും കയറി. ഇങ്ങനെ നമ്മുടെയൊക്കെ സ്വഭാവം, അടിസ്ഥാന സ്വഭാവം ഇതാണ്. പുള്ളി കയറി, ഞാനും കയറി. എല്ലാരും കൂടി ഉടുപ്പ് കയറി, എല്ലാം തറ കിടന്നു. വായിച്ചോ. ഓടിച്ചോടി പോട്ടെ. എന്നാൽ ദാവീദിന്റെ ജ്യേഷ്ഠനായ ശിമെയുടെ മകനായ യോനാദാബ് മറ്റേ നീങ്ങു വാ, നമുക്ക് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞ പാർട്ടി ഇപ്പൊ എന്ത് ചെയ്തു? ന്യൂസ് അറിഞ്ഞു. പുള്ളി പറഞ്ഞു, വായിച്ചോ. അവർ രാജകുമാരന്മാരായ യുവാക്കളെയൊക്കെയും കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്. പുള്ളി പറഞ്ഞു, രാജകുമാരന്മാരെ എല്ലാം കൊന്നായിട്ട് ആരും വിചാരിക്കണ്ട, യജമാനം വിചാരിക്കണ്ട. കൊല്ലത്തില്ല, ഒറ്റ ഒരുത്തനെ കൊന്നു കാണുകയുള്ളൂ. അത് ഞാൻ ഐഡിയ കൊടുത്ത പാർട്ടിയാണ് ചത്തിട്ടാവും. പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ എല്ലാ ഐഡിയ. വായിച്ചോ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. പുള്ളിക്ക് കാര്യം അറിയാം, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നും അവസാനം ഇങ്ങനെ തീരുമെന്നുള്ളത് ആർക്കേ അറിയത്തുള്ളൂ. ഈ പുള്ളിക്ക് അറിയത്തുള്ളൂ. കാരണം പുള്ളിയാണ് അന്ന് ഈ ഐഡിയ പറഞ്ഞു, നീ കട്ടിലേക്കെടി കിടന്നോണം, പടം ഉണ്ടാക്കിക്കോണം പറഞ്ഞു, ഉണ്ടാക്കി തിന്നോളം പറഞ്ഞ പാർട്ടി പറയാ. രാജകുമാരന്മാരെല്ലാം ഒന്നും പുള്ളി കൊല്ലത്തില്ല, ഒറ്റ ഒരുത്തന്നെ ചാകത്തുള്ളത് അമ്നോൻ മാത്രമായിരിക്കും. ആർക്കറിയാം? പുള്ളിക്കറിയാം. ഇത്രയും കൂട്ടുകാരാണ് നമുക്കുള്ളത്. ഞാൻ അന്നേ എന്തോ പറഞ്ഞത്, അന്നേ ഞാൻ വിചാരിച്ചെന്ന് പറയും. ഏത്? കാരണം ഈ കുനസ്റ്റ് മൊത്തം ഉണ്ടാക്കിയത് ഈ പുള്ളിയാ. ഈ കംപ്ലീറ്റ് സ്റ്റോറി ഇവിടെ കൊണ്ടെത്തിച്ചത്, ഈ കയ്പല്ല ഇവിടെ കൊണ്ടെത്തിച്ചതിന്റെ കാരണഭൂതനാരാ? ഈ പുള്ളിയാ. പുള്ളിക്കറിയാത്ത കാര്യമുണ്ടോ? വായിച്ചോ. തന്റെ സഹോദരിയായ താമാറിനെ അവൻ അവമാനിച്ച നാൾ മുതൽ അബ്ശാലോമിന്റെ മുഖത്ത് ഈ നിർണയം കാണുവാനുണ്ടായിരുന്നു. എടാ മഹാഭാബി, എന്നാ നീ അത് പറയണ്ട? അന്നേ നീ എങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഞാൻ അന്നേ വിചാരിച്ചാണ് ആരുടെ കാര്യം പോവും, അമ്നോന്റെ തല പോവും. ഞാൻ അന്നേ വിചാരിച്ചതാണ്. ചിന്തി നോക്കിയേ, ഈ പുള്ളി ആ തീരുമാനം അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല.
രാജാവ് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ല, ഒന്നും നടന്നില്ല. കുറെ കാലം ഒരു മിണ്ടാതെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ പറഞ്ഞ നേരത്തെ വായിച്ച വാക്യത്തിൽ പറയുന്നത് അബ്ശോലോം എന്ത് ചെയ്തു? ഒന്നും മിണ്ടിയില്ല. യോഗത്തിനുമില്ല, കൂട്ടത്തിനുമില്ല, ഒന്നിനുമില്ല. 2 വർഷം പോയി. കയ്പ് കയറി ആരുടെ അവസാനത്തിലായി? ഈ പറയുന്ന അമ്നോന്റെ തല പോകുന്ന അവസ്ഥയിലെത്തി. ഇനി അവിടെയും തീരുന്നില്ല കഥ. അതായിട്ട് വായിച്ചോളൂ. ആകയാൽ രാജകുമാരന്മാർ ഒക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനനായ രാജാവ് ഗണ്യമാക്കരുതേ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി കാവൽ നിന്നിരുന്ന ബാല്യക്കാരൻ തല ഉയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവന്റെ പിമ്പിലുള്ള മലഞ്ചെരുവ് വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരൻ വരുന്നു, അടിയന്റെ വാക്ക് ഒത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ച് തീർന്നപ്പോഴേക്ക് രാജകുമാരന്മാർ വന്ന് ഉറക്കെ കരഞ്ഞു. രാജാവും സകല ഭൃത്യന്മാരും വാവിട്ട് കരഞ്ഞു. ഇപ്പൊ കൈയും കാലും വിട്ട് കരഞ്ഞതുകൊണ്ടോ കെട്ടിപ്പിടിച്ചുകൊണ്ടോ തറയിൽ കിടന്ന് ഉരുണ്ടതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇപ്പൊ കിടന്ന് ഉരുളാവുന്നുള്ളൂ. എന്ന് കരയണമായിരുന്നു ഇത്. അന്ന് ഇത്രയും നിലവിളിക്കേണ്ട കാര്യമില്ല. ഒന്ന് വിളിച്ചു വരുത്തി സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ കൊട്ടാരം മൊത്തം കിടന്ന് ഉരുണ്ട് കരയുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കരച്ചിലിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷം ഒന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കരയേണ്ടി വരത്തില്ലായിരുന്നു. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, വരത്തില്ലായിരുന്നു. മുമ്പോട്ട് പോകാം. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി അമ്മീഹൂദിന്റെ മകനായ ഗശൂർ രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു. ദാവീദോ ഇടവിടാതെ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ആരെക്കുറിച്ച്? അമ്നോനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ആള് പോയല്ലോ. അബ്ശാലോം എന്ത് ചെയ്തു? സ്ഥലം വിട്ടു. കാരണം എന്താ അറിയാം, ഇനി ദാവീദ് ചിലപ്പോൾ ബാളും കൊണ്ട് ഇറങ്ങിയാൽ പുള്ളി കോപം ചൊലിക്കുന്ന ആളാണ്. കോപം ചൊലിച്ച സംഭവം മോശം ഓട്ടോ പിടിച്ച് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി ഓടി സ്ഥലം വിട്ടു. വേറെ ഇടത്ത് ചെന്ന് കയറി. വായിച്ചോളൂ. ഇങ്ങനെ അബ്ശാലോം ഗശൂരിലേക്ക് ഓടിപ്പോയി 3 സംവത്സരം അവിടെ താമസിച്ചു. എത്ര സംവത്സരം? 3 സംവത്സരം. എന്നാൽ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണുവാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അമ്നോനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. എന്നുവെച്ചാൽ മരിച്ചുപോയ അമ്നോനെ കുറിച്ചുള്ള ദുഃഖം എന്ത് ചെയ്തു? മെല്ലെ കുറഞ്ഞപ്പോൾ രാജാവിന് പുതിയ ദുഃഖം തുടങ്ങി. എന്താ ദുഃഖം? എനിക്കിപ്പോ ആരെ കാണണം? അബ്ശാലോമിനെ കാണണം. ഇനിയിപ്പോ അവനെ ഒന്ന് കണ്ടാൽ മതി. ഇങ്ങനെയാണ് നമുക്ക് ഒന്ന് പോകുമ്പോഴാണ് അടുത്തതിനോട് സ്നേഹമൊക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഒന്ന് പിടിവിട്ട് പോയി, എന്നാൽ ഇനി അതെങ്കിലും ആയിക്കോട്ടെ, പിന്നെ അവിടെ കൂട്ടി. അത് കഴിയുമ്പോൾ എന്താ, ഇത് പോയാലും കൂടെ അതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ പോക്കിനെ കുറിച്ചാണ് പറഞ്ഞാൽ. ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് 15-ാം അധ്യായത്തിൽ വരെ. അബ്ശാലോം അവസാനം ആരായി മാറി? 15-ാം അധ്യായത്തിൽ വരെ. ഞാൻ ഒരു 10 മിനിറ്റ് കൂടെ എടുത്ത് നിർത്തും. ഇത് കൺക്ലൂഡ് ചെയ്യണമല്ലോ. 15-ാം അധ്യായത്തിൽ വരാം. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ അബ്ശാലോം എന്ത് ചെയ്യുന്നു? പിന്നീട് പ്രതാപശാലിയായി മാറുന്നു. രാജാവിനെതിരെ ഒരു വലിയൊരു ഗ്രൂപ്പിനെ ആരുണ്ടാക്കുന്നു? അബ്ശാലോം ഉണ്ടാക്കുന്നു. ആരാ രാജാവ്? ദാവീദിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രൂപ്പിനെ ആരുണ്ടാക്കി? അബ്ശാലോം ഉണ്ടാക്കി. അബ്ശാലോം ഉണ്ടാക്കിയിട്ട് ടൗണിൽ ചെന്നിട്ട് എവിടെ നിൽക്കും? ആൾക്കാർ വരുന്ന പറയും, ഇങ്ങോട്ട് വാ, നിങ്ങളുടെ വിഷയമൊക്കെ എന്ത് ചെയ്യാം, ഞാൻ പരിഹരിക്കാം. അവിടെ ഇരിക്കുന്നത് അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. എൻ്റെ കാര്യം കണ്ടില്ല, എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇടപെടും, പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, ഞാൻ ശരിയാക്കി തരാവുന്ന പുള്ളി ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് പുള്ളി വിഷയം തീർക്കാൻ തുടങ്ങി. അങ്ങനെ രാജ്യത്ത് പുള്ളി പ്രബലനായ ഒരാളായിട്ട് ക്രമേണ വളരുക. കയ്പ് വളർന്ന് കണ്ടോണം നിങ്ങൾ. കുടുംബത്തിനകത്ത് തന്നെ രാജ്യത്തിനകത്ത് അടുത്തൊരു ബെൽറ്റ് എന്ത് ചെയ്തു? സംജാതമായി. വായിക്കാം നമുക്ക്. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. നീ എവിടുന്നാ വരുന്നത്? നീ കാഞ്ഞിരപ്പള്ളിക്കാരനാണോ എന്ന് ചോദിച്ചു. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത്. നല്ല കാര്യമാണ് നീ പറയാൻ വന്ന കാര്യം, ന്യായമായ കാര്യമാണ്. എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. രാജാവ് ഇവിടെ ആരെയും ഒന്നും വെച്ചു. കാരണം രാജാവിന് പണ്ട് ഇതൊന്നും എന്നുള്ള ഇടപാടുള്ള പുള്ളി പാട്ടും പ്രാർത്ഥനയും ഇങ്ങനെ തിരുനിവാസവും പരിപാടിയായിട്ട് നടക്കണം. പുള്ളിക്ക് ഈ പ്രശ്നം തീർക്കലൊന്നും പുള്ളി പണ്ടേ ചെയ്യുന്ന ആളല്ല. അങ്ങനെയൊന്നും ആൾക്കാർ ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വേണേ തീർത്ത് തരാമെന്ന് പറയുകയാണ്. വായിച്ചോളൂ. വഴക്കും വ്യവഹാരമുള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്ത് ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അബ്ശാലോം പറയും. എന്നെ ആക്കണം. ഞാൻ ഇത് കണ്ടോ, ഞാനിപ്പോ ഒരു വിഷയം തീർത്തിരിക്കുക. 4-5 വർഷമായിട്ട് പരിഹാരമില്ലാത്ത വിഷയം പെർലിക്കൊരെണ്ണം കൊടുത്ത വിഷയം തീർത്തു. എന്നെ പിടിച്ചാക്കിയിരുന്നെങ്കിൽ രാജ്യത്ത് എന്ത് ചെയ്യും? ഈ ന്യായപരിപാലനം നടക്കുമായിരുന്നു. പുള്ളിക്ക് ഇതിനൊന്നും നേരമില്ല എന്ന് ആര് പറയുന്നു? അബ്ശാലോം പറഞ്ഞ ആൾക്കാരെ തിരിപ്പിക്കാൻ തുടങ്ങി.
വായിച്ചു. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈ നീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. ഓക്കെ. രാജാവിന്റെ അടുക്കൽ ന്യായസ്ഥാനത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. കംപ്ലീറ്റ് ആളോടും പുള്ളി ഈ പരിപാടി തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിന്റെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. അബ്ശാലോം ഇസ്രായേലിന്റെ ഹൃദയം എന്ത് ചെയ്തു? വശീകരിച്ചു കളഞ്ഞു. രാജ്യം എന്തായി? രണ്ടായിട്ട് പൊളിയാൻ തുടങ്ങുകയാണ്. വായിക്കാം നമുക്ക് ഇനി അതിന്റെ രസകരമായ കാര്യം. അങ്ങനെ മുമ്പോട്ട് പോകും. അതിന്റെ 17-ാം വാക്യത്തിൽ 17-ാം വാക്യത്തിൽ ഞാൻ എല്ലാം വായിക്കാൻ സമയമില്ല. 17-ാം വാക്യം. ഇങ്ങനെ രാജാവ് പുറപ്പെട്ട് ജനമൊക്കെയും പിന്നാലെ ചെന്നു. അവൻ മെർഹാക്കിൽ ചെന്ന് അവന്റെ സകല ഭൃത്യന്മാരും അവന്റെ അരികത്തുകൂടി കടന്നുപോയി. എല്ലാ ക്രേത്യരും എല്ലാ പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ നിന്ന് പോന്നിരുന്ന 600 പേരായ എല്ലാ ഗിത്യരും രാജാവിന്റെ മുൻപാകെ കടന്നുപോയി. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീതോഫേൽ എന്ന ഗില്യോനെയും അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. പുള്ളി ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പം ദാവീദിന്റെ മകൻ അബ്ശാലോം എവിടെ ചെന്നു? പള്ളി ചെന്ന് യാഗം നടക്കുവാണ്. യോഗം നടന്നുകൊണ്ടിരിക്കുക. കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായ ഒരു ശാശ്വത പാറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് ആഗ്രഹം ഇങ്ങനെ പോയ ഒക്കത്തില്ല. നമുക്ക് പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആര്? ദാവീദിന് എൻ്റെ ഫാദറിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ പുള്ളി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കാര്യം നടക്കുമല്ലോ. ഒന്ന് പുള്ളിക്ക് എവിടെ തൂതുണ്ടായി? പള്ളിക്കകത്തിരുന്നപ്പം തലയ്ക്കകത്ത് ഒരു ഓളം വന്നു. ആ പുള്ളി പേരെന്താ? അഹീതോഫേൽ. ഉടനെ പുള്ളി പറഞ്ഞു, ഒരാ രണ്ടുപേരും പോ അഹീതോഫേലെ തപ്പാൻ പറഞ്ഞു. അഹീതോഫേൽ മന്ത്രി ആയിരുന്നു. ഇപ്പം പുള്ളി എവിടെ ഇല്ല? രാജാവിന്റെ കൂടെ ഇല്ല. പുള്ളി വീട്ടിൽ പോയ, പുള്ളി രാജിവെച്ച് പോയേക്കുക. പുള്ളിയെ വിളിക്കാൻ ആള് വിട്ടു. വായിച്ചോളൂ. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലം ഏറി വന്നു. ആരോടെ ആള് കൂടാൻ തുടങ്ങി? അബ്ശാലോമായി, അഹീതോഫേലായി, പുതിയ 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 കമ്പനികൾ കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെ അബ്ശാലോമിന്റെ കൂട്ടുകെട്ടിന് ബലം എന്ത് ചെയ്യാൻ തുടങ്ങി? കയറാൻ തുടങ്ങി. ഇപ്പൊ ദാവീദിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവാണ് കാര്യം. ദാവീദിന്റെ അടി പറയാൻ പോവാണ്. കാരണം ദാവീദിനെ ഒപ്പോസ് ചെയ്ത ആളുകള് എവിടെ ചെല്ലാൻ തുടങ്ങി? അബ്ശാലോമിന്റെ കൂടെ കൂടാൻ തുടങ്ങി. കൂടി ആ കൂട്ടുകെട്ടിന് എന്ത് ചെയ്തു? ബലം കൂടി വന്നു. ഇത് ഉണ്ടാക്കുന്ന ഡേഞ്ചറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിർത്തണം, മുമ്പോട്ട് പോകാം. അതിന്റെ 20 തൊട്ട് ഉള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അതിന്റെ 15-ാം അധ്യായം 20, 21, 22, 23 വായിച്ചാട്ടെ. ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളോട് കൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? ഞാൻ തരം കാണുന്നിടത്തൊക്കെയും പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി മടങ്ങിപ്പോക. ദയയും വിശ്വസ്തയും നിന്നോടുകൂടി ഇരിക്കട്ടെ. അതിന് ഇദ്ദായി രാജാവിനോട് 16-ാം അധ്യായം 20-ാം വാക്യമാണോ? അല്ല 16 15 സോറി 16-ാം അധ്യായം 16-ാം അധ്യായം 20, 21, 22 16-ാം അധ്യായം. സോറി, ഞാൻ 16 പറഞ്ഞില്ല, അതുകൊണ്ടായിരിക്കും 16-ാം അധ്യായം. അനന്തരം അബ്ശാലോം അഹീതോഫേലിനോട്. അപ്പൊ ആര് വന്നു? ഇപ്പം അബ്ശാലോമിന്റെ അടുത്ത് ആര് വന്നു? അഹീതോഫേൽ വന്നു. അഹീതോഫേൽ ആരാണ്? രാജാവിന്റെ പഴയ മന്ത്രിയാണ്. പഴയ മന്ത്രി വന്നു, തിരിച്ചു വന്നു. ഓക്കെ, നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ച് പറവീൻ എന്ന് പറഞ്ഞു. നമുക്ക് ഈ രാജാവിനെ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് ഒതുക്കണം. കേന്ദ്രവുമായിട്ട് നമ്മളൊന്ന് ഒരു ഫൈറ്റിന് പോവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഐഡിയ പറയാം. അഹീതോഫേൽ ഒരു ഐഡിയ പറഞ്ഞു. അഹീതോഫേൽ അബ്ശാലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കിയെന്ന് ഇസ്രായേൽ കേൾക്കും. എന്ത് വൃത്തിയായിട്ട് ഐഡിയ കൊടുക്കുന്നു. നിന്റെ അപ്പൻ വെച്ചേക്കുന്ന വെപ്പാട്ടുകൾ എടുത്ത് എന്ത് ചെയ്യണം? നീ പൊക്കോളാൻ. ആര് പറയുവാ? ആരാ പറയുന്നത്? അഹീതോഫേൽ. അഹീതോഫേൽ ആരാ? ദാവീദിന്റെ പഴയ മന്ത്രിയാണ്. പുള്ളി വന്ന് പറയാടാ, അങ്ങേര് കുറെ പിള്ളേരെയൊക്കെ അവിടെ കൊണ്ട് താമസിപ്പിച്ചാണ്. അങ്ങോട്ട് നീ രാത്രി അങ്ങ് ചെന്നേരെ. അവിടെ രാത്രി പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകും. അപ്പൊ നാട്ടുകാരെല്ലാം പറയൂ മൊത്തം കുളവായെന്തോളും പറഞ്ഞോളൂ. ഇങ്ങനെ വളരെ വൃത്തികെട്ട ഒരു അഡ്വൈസ് ആര് കൊടുക്കുകയാണ്? അഹീതോഫേൽ കൊടുക്കുകയാണ്. എവിടുന്ന യോഗം നടക്കുന്നത്? ഇതെല്ലാം എവിടെ തുടങ്ങിയെന്നറിയാമോ? ആരാധന ചെന്നപ്പോൾ ഉണ്ടായ സംഭവമാണ്. അബ്ശാലോം ആരാധന നിൽക്കുമ്പോൾ ഈ ഐഡിയ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവരും നല്ലവരാണ്, ആണെന്ന് വിചാരിക്കരുതെന്ന് പറയാനായി പറഞ്ഞത്. പെന്തക്കോസ്ത് കോട്ടത്തിനകത്ത് ഇരിക്കുന്ന എല്ലാം നല്ലവരാണെന്ന് വിചാരിക്കില്ലേ? എല്ലാ വെള്ള ഉടുപ്പുകാരനും എല്ലാ പാൻറ്റും കോട്ട് വിട്ടവനും ഒന്നും നല്ലതെന്ന് ഇങ്ങനെ നിങ്ങളെ പോസ്റ്ററൊക്കെ കാണാൻ ഇങ്ങനെ തോക്കും പിന്നെ വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറേ പോസ്റ്ററൊക്കെ കാണാം. കോട്ടത്തോട്ട് പത്തനോട്ട് ചെന്നാൽ ഇതെല്ലാം നല്ലതാണെന്ന് വിചാരിക്കരുത്. യോധന നിൽക്കുമ്പോൾ പറയുവാണ് ഒരു ഐഡിയ വരുന്നു. അബ്ശാലോം എന്ത് ചെയ്യുന്നു? നേരെ അഹീതോഫേലിനെ വിളിച്ചു വരുന്നു. അഹീതോഫേൽ മടങ്ങി വരുന്നു. അഹീതോഫേൽ പറഞ്ഞു വരാം, നിന്റെ അപ്പൻ കുറെ ആൾക്കാർ അവിടെ കൊടുത്താൽ അവരെ എല്ലാം നീ രാത്രി ചെന്നോളാൻ പറഞ്ഞ ഒരു ഐഡിയ കൊടുക്കണം. താഴോട്ട് വായിച്ചു. നിന്നോട് കൂടെയുള്ളവരൊക്കെ ധൈര്യപ്പെടുമെന്ന് പറഞ്ഞു. മതി കേട്ടോണേ. അപ്പൊ ഇതിന് ഞാൻ ദീർഘമായിട്ട് പോയ എന്റെ സമയം പോകും, നിങ്ങൾക്കും ബോറിംഗ് ആവും. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്ട് എന്താണ് അഹീതോഫേൽ ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം എന്തുവാ? ജോലി പോയതുകൊണ്ടാണോ?
അബ്ശലോമിന് ഇങ്ങനെ ഒരു ഐഡിയ അഹീത്തോഫൽ കൊടുക്കാൻ കാര്യം എന്തായിരിക്കും? ഒരു ദിവസം രാവിലെ രാജാവ് പറഞ്ഞു, നീ നാളെ തൊട്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ കലിപ്പ് കയറിയതാണോ? മന്ത്രിയായിരുന്നു പുള്ളി, പഴയ മന്ത്രിയായിരുന്നു, അതുകൊണ്ടാണോ? അല്ല, അതിന് വേറൊരു ചരിത്രമുണ്ട്. വേറെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആ ചരിത്രത്തിലേക്ക് വരാം. അതിന് സോറി, ഞാനിത് ഒത്തിരി ദൂരം പോകുന്നൊരു സർമണാണ്, എന്നാലും ഞാനത് തൊട്ടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടു പോവുകയാണ്. നമുക്ക് വായിക്കാം അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരും. 11-ാം അധ്യായം 11 വാക്യം ഞാൻ അധ്യായം മൊത്തം വായിക്കുന്നില്ല. 2 ശമൂവേൽ 11-ാം അധ്യായം മൊത്തം വായിച്ചു. 2 ശമൂവേൽ 11-ാം അധ്യായം ആദ്യത്തെ 1-2 വാക്യം വായിച്ചാട്ടെ. 2 ശമൂവേൽ 11-ാം അധ്യായം. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ പിറ്റേ ഒരു സമയത്ത് ഒരു യുദ്ധം നടക്കുവാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് ദാവീദ് എന്ത് ചെയ്തു? യോവാബിന് പാർട്ടില്ല, നിങ്ങൾ യുദ്ധത്തിന് എന്ത് ചെയ്യണം? പൊക്കോണം, എനിക്ക് ചെറിയൊരു മേലുവേദന ഉണ്ടെന്ന് വായിച്ചോ. അവർ അമ്മോന്യ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരൂശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ദാവീദിന് രാവിലെ എഴുന്നേൽപ്പോൾ ചെറിയൊരു വയറിന്റെ പ്രശ്നം അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ ഇന്നെങ്ങും വരുന്നില്ല, ഞാൻ യെരൂശലേമിൽ താമസിക്കാണ്, നിങ്ങളെല്ലാം യുദ്ധത്തിന് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂടി യുദ്ധത്തിന് പോയി. വായിച്ചോ. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് അവരെല്ലാം യുദ്ധത്തിന് പോയ സമയത്ത് ദാവീദ് വീട്ടിൽ ഇരിക്കുമെന്നല്ലോ, പുള്ളിക്ക് വയറിന് സുഖമില്ലാതിരിക്കുന്ന സമയം, അതുകൊണ്ട് പുള്ളി കഴിച്ചു. ഒരു സന്ധ്യ ആയപ്പം ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനി ആള് കിടപ്പാണ്, കുറ്റം പറയരുത്, ആള് കിടപ്പ് തന്നെയാണ്, കിടപ്പിൽ തന്നെയാണ്. മെത്തയിൽ നിന്ന് പുള്ളി ചാടി എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ, രാജധാനിയുടെ മണ്ടേ കൂടെ ഇങ്ങനെ ഉലാവി, അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, വാട്സാപ്പ് ഒക്കെ നോക്കി അതിന്റെ മണ്ടേ കൂടെ, രാജധാനിയുടെ മണ്ടേ കൂടെ ഇങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. എന്തോ കണ്ണാ, ചിന്തിച്ചു നോക്കണേ. അതിന്റെ മണ്ടയിലിരുന്ന് താഴെ ഒരു പെണ്ണുമ്പിള്ള കുളിക്കുന്ന പുള്ളി എന്ത് ചെയ്തു? കണ്ടു. പുള്ളി ചോദിച്ചാൽ പിന്നെ ഉലാത്ത് നിർത്തിയേക്ക്, ഇവിടെ പുള്ളി അവിടെ നിന്നു. വായിച്ചോ. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. കേട്ടോ, അതാ പറഞ്ഞ കണ്ണിന്റെ പവറാണ് ഞാൻ പറഞ്ഞു. പുള്ളി അതിന്റെ മണ്ടയിൽ നോക്കിച്ചു, അതിസുന്ദരിയാന്ന് പുള്ളി കണ്ടു. ചിന്തിച്ചു നോക്കണം ഒരു മനുഷ്യന്റെ അവസ്ഥയെ. ഞായറാഴ്ച പാട്ടും പ്രാർത്ഥന നടന്ന പാർട്ടിയാണ്. പുള്ളി അവിടെ നിന്ന് ഈ കക്ഷിയെ കണ്ടപ്പോൾ നല്ല സുന്ദരിയാന്ന് കണ്ടു. വായിച്ചോ. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി പുള്ളിക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, എന്ത് കണ്ടാലും ആളെ അയക്കും. പുള്ളി ചുമ്മാ ഇരിക്കത്തില്ല, എന്ത് കേട്ടാലും അന്നേരം 4 പേരെ പുള്ളി എന്ത് പറഞ്ഞു. പുള്ളി ഓർമ്മ പാടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അന്നേരം അടിയിൽ 4 പേര് നിൽക്കുന്നു. ഓർറാന്ന് പറഞ്ഞ് ഓടിച്ചു ആളെ അയച്ചു. ആളെ അയച്ചിട്ട് പറഞ്ഞു, അവൾ ഏലിയാമിന്റെ മകളും ഹിത്തിനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബേത്ശേബ എന്നറിഞ്ഞു. ഓക്കെ, ആ വാക്യം മനസ്സിൽ വെച്ചോണം. ആളെ പെടുത്തുന്നു, ഇതാണ് പെണ്ണുമ്പോൾ എന്ന് മനസ്സിലായി. അപ്പൊ അവിടെ കല്യാണം കഴിഞ്ഞ് നിൽക്കുക. ഹസ്ബൻഡ് എവിടെ ഉണ്ട്? വീട്ടിലും ഉണ്ട്. രാജു ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് കണ്ട് ഇവിടെ ഉണ്ട്, ഞങ്ങളിങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ അയ്യോ, ഒരു കാര്യമുണ്ട്, അവനെ ഇവിടെ ഒരു ദൂത് പറഞ്ഞു വിടാനുണ്ട്, ഇങ്ങോട്ട് യുദ്ധസ്ഥലത്തേക്ക് കൊടുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ പറഞ്ഞു, രാജാവ് വിളിച്ചതല്ലേ, നിങ്ങൾക്ക് പുതുമണവാളൻ എന്ത് ചെയ്തു? ഉടുപ്പൊക്കെ തേച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് തന്നു. രാജാവ് പറഞ്ഞു, നീ അടിയന്തരമായിട്ട് ഞാൻ ഈ തരുന്ന എഴുത്ത് എവിടെ കൊണ്ട് കൊടുക്കണം? പടനായകന് കൊണ്ട് കൊടുക്കണം. എപ്പോൾ പോകണം? രാവിലത്തെ 5:30 വണ്ടിക്ക് വിട്ടോളാൻ പറഞ്ഞു. പുള്ളി രാവിലത്തെ 5:30 വണ്ടിക്ക് അത് കുളിച്ച് അരനെ ചാടി കയറി ഒറ്റ പോക്ക് പോയി. അവിടെ ചെന്ന് യുദ്ധം നടക്കുന്നത് കൊണ്ട് ഈ എഴുത്തം കൊണ്ട് കൊടുത്തപ്പം പുള്ളിക്കാരനത് ഓവർസീർ എടുത്ത് നോക്കി പ്രസിഡന്റ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ പടനായകൻ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, എടുത്ത് കൊള്ളാലോ, നീയാന്ന് പറഞ്ഞു, ഇങ്ങോട്ട് കയറി നോളാൻ പറഞ്ഞു ഫ്രണ്ടിലോട്ട്. അതിനകത്ത് എഴുതി വെച്ച് ഇവിടെ ഫ്രണ്ട് നിർത്താൻ എഴുതി വെച്ചേക്കുന്നത്. കേട്ടോണേ, ആദ്യത്തെ വീട്ടിൽ നിന്ന് ആര് പോയി? ചെറുക്കൻ പോയി. ഉടനെ പുള്ളി ന്യൂസ് അവിടെ അപ്പോഴേയും ഇവിടെ സായന ദിനപത്രത്തിൽ ന്യൂസ് വന്നു, ചെറുക്കൻ പോയെന്ന്. ഉടനെ പുള്ളി കുറച്ച് സുഗന്ധദ്രവ്യവും സാധനവും എല്ലാം വാങ്ങി, കുറച്ച് അലുവെല്ലാം എല്ലാം വാങ്ങി അവിടെ ചെന്നു. പെണ്ണുമ്പിള്ളി ചെന്നു പറഞ്ഞു, അയ്യോ പാവം പോയല്ലേ, ഞാൻ നിന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഇതാ ഞാൻ പറഞ്ഞ എല്ലാ ഉടുപ്പും കണ്ടുകൊണ്ട്, എല്ലാ പാൻറ്റും കണ്ടുകൊണ്ട്, എല്ലാ പാട്ടും കേട്ടുകൊണ്ട് ഇതെല്ലാം നല്ലതെന്ന് എന്ത് ചെയ്യരുത് വിചാരിക്കരുതെന്ന് പറഞ്ഞത്. അപ്പൻ്റെ പേരൊന്ന് വായിച്ചേ, 3-ാം വാക്യം. ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ. ആരുടെ മകളാണ്? ഏലിയാമിന്റെ മകളാണ് അല്ലേ. ഇനി വാ 2 ശമൂവേൽ 23 വാ. 2 ശമൂവേൽ 23 അതിന് 34 വായിച്ചേ. മഖാത്തിന്റെ മകനായ അഹ്സാബായിയുടെ മകൻ എലീഫേലെത്ത്, ഗിലെയാദായ അഹീതോഫലിന്റെ മകൻ ഏലിയാം. ആരുടെ മകൻ? അഹീതോഫലിന്റെ മകൻ ഏലിയാം. അഹീതോഫൽ എന്ന് പറയുന്ന ആരാണ്? പഴയ ദാവീദിന്റെ മന്ത്രിയാണ്. ആ മന്ത്രിയുടെ മകന്റെ പേരാണ് ഏലിയ. ഏലിയാമിന്റെ മോടെ പേരാണ് ബേർഷേബ. ആ ബേർഷേബ കുളിക്കുന്നതാണ് ആര് കണ്ടത്? ദാവീദ് കണ്ടത്. ആ ചെറുക്കനെയാണ് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തത്? തട്ടിക്കളഞ്ഞത്.
പിന്നെ അഹീതോഫേൽ കൂടെ നിൽക്കുമോ? നിൽക്കത്തില്ല. പുള്ളി പറഞ്ഞു എൻ്റെ രാജ്യം എല്ലാം കളഞ്ഞ് ഞാൻ പോകാൻ. പുള്ളി രാജിവെച്ച് പോയി. ആ പുള്ളിയാണ് ആര് വിളിക്കുന്നത്? അബ്ശലോം വിളിക്കുന്നത്. അതിന് കാരണം എന്തുവാ? അബ്ശലോമിന്റെ പെങ്ങളെ അമ്നോൻ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. രാജാവാരാ? വലിയ പുള്ളിയാണ്, ദാവീദ. മിണ്ടിയോ? മിണ്ടിയില്ല. കയ്പ് എവിടെയൊക്കെ വളരുന്നു നോക്കിയേ. ഇതുകൊണ്ടാണ് നമ്മുടെ ശത്രുവും ഒന്നാവും. അതുകൊണ്ടാണ് നമ്മൾ പാസ്പോർട്ട് അപേക്ഷ കൊടുത്ത് വീട്ടിൽ ഇരിക്കുമ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ അടുത്തായിരിക്കും വെരിഫിക്കേഷൻ വരുന്ന പോലീസുകാരും വരുന്നത്. അവനെ കാണത്തുള്ളൂ, വേറെ ആരെയും റോഡിൽ കാണത്തില്ല. പോലീസുകാർ ഇങ്ങോട്ടൊന്ന് ബസ്സേ ചാടി ഇറങ്ങുകയും പെട്ടിക്കടയിൽ ഇരിക്കുന്ന ആരായിരിക്കും? നമ്മളുമായിട്ട് അയൽവക്കത്ത് വഴക്കുണ്ടാക്കുന്നവനായിരിക്കും ആ കടയിലിരിക്കുന്നത്. എങ്ങനെയുണ്ട് സാൻലി? ഓ മഹാനാറിയെന്ന്. തീർന്നില്ലേ കഥ? ഇതെല്ലാം ഒന്നാവും. ഇതൊന്നായിട്ട് അവസാനം ഉണ്ടാവും. എബ്രായ ലേഖനം 12-ാം അധ്യായം വരാം, വായിച്ച് അവസാനിപ്പിക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കാം. സമയം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച്. വാഴ്ചയ്ക്ക് എന്ത് വേണം നിങ്ങൾക്ക്? ദൈവകൃപയും നീതിയും ധാരാളമായി വേണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനകത്ത് പിന്മാറി കയ്പിന്റെ വേര് മുളച്ചിട്ട് കലക്കമുണ്ടായി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനായി ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി ആയിത്തീരുകയോ ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അടുത്തത് അവൻ പിന്നത്തേതിൽ അനുഗ്രഹം വാങ്ങിപ്പാൻ ആഗ്രഹിച്ചിട്ട് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് അവൻ തള്ളപ്പെട്ടു പോയി. മാനസാന്തരത്തിന് ഇട കണ്ടില്ല ദാനം എന്ന് പറഞ്ഞാൽ പിന്നീട് അതികഠിനമായ വേദനയിൽ നിലവിളിച്ചിട്ട് പോലും മടങ്ങി വരാനുള്ള സാധ്യത എന്തില്ല? ഉണ്ടായില്ല. കാരണം എവിടെ നിന്ന് തുടങ്ങുകയാണ്? ഒരു കയ്പിന്റെ വേരിൽ നിന്ന് തുടങ്ങുകയാണ്. ഇന്ന് പകൽ തീരുമാനിക്കണം, ഈ കയ്പ് നിങ്ങളുടെ ഭാര്യഭർത്ത ബന്ധത്തിനകത്ത് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ ഈ കയ്പ് എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളത് ഇന്ന് പകൽ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഇന്ന് പകൽ ആ കയ്പിൽ നിന്ന് ചെയ്യണം? ഒരു മുക്തി നേടാനായിട്ട് പ്രാർത്ഥിക്കണം. മനഃപൂർവ്വം തീരുമാനം എടുക്കണം. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് ആരോടെങ്കിലും, എന്തിനോടെങ്കിലും, ഏതെങ്കിലും സംവിധാനത്തോടെ എനിക്ക് കയ്പുണ്ടെങ്കിൽ കർത്താവെ അത് മാറ്റാൻ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇന്ന് പകൽ കരയാൻ പറ്റണം. അതില്ല എങ്കിൽ അത് നീക്കുന്നത്, അത് കൊണ്ടുപോകുന്ന അതികഠിനമായ വലിയ വ്യവസ്ഥകളിലേക്കും ബുദ്ധിമുട്ടിലായിരിക്കുന്ന കാര്യം ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മൾ സംസാരിക്കുന്നു. അങ്ങനെ അനുസരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.